नमस्तु प्रभात की गुरु महाराज की जय राधा भवनपुरेशन की जय ओम श्री मात्रे नमः हर हर महादेव എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. അത് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഒരു മാതാജി. ഞാൻ 2-3 പ്രാവശ്യം കട്ട് ചെയ്തപ്പോഴും വീണ്ടും വീണ്ടും വിളിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ അത്യാവശ്യമുണ്ടെന്ന് വിളിച്ചു. അപ്പോൾ എന്തോ മോളുടെ ജോലിയുടെ ഒരു കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വിളിക്കണ്ട, നാളെ വിളിച്ചു അമ്മ എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യല്ലേ. ഓരോരുത്തരുടെ സങ്കടവും വിഷമങ്ങളെ നമുക്ക് നോക്കാം. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. 29 മുതൽ നമ്മൾ എടുക്കണം അല്ലേ. എൻ്റെ കണ്ണില് മണ്ണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ വന്ന വഴിയെ കയറിയിരുന്ന് ക്ലാസ് എടുത്തു. നീ ക്ലാസ് കഴിഞ്ഞിട്ട് ഭഗവാന് പൂജയൊക്കെ ചെയ്ത് ഹാരമൊക്കെ ഇടാമെന്ന് കരുതി. അതിന് വേണ്ടി നിന്നാൽ പിന്നെ ക്ലാസ് ടൈം പോകും. അപ്പോൾ ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവില്ലേ. ശരി, ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കുകയും ഹാരം ഇടുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വേഗം ക്ലാസ്സിലിരുന്നത്. വണ്ടി ഓടിച്ചു വന്നപ്പം കണ്ണിൽ പൊടി, ഒരു ഇറിറ്റേഷൻ. എനിവേ, ഇനി 29 മുതൽ എടുക്കണം അല്ലേ. വർദ്ധനോ വർദ്ധമാനശ വിവിക്ത ശ്രുതി സാഗരഹ, ഇതുവരെയല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ്. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. 93 42 49 49 41. ഇതാണ് മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും മഞ്ജരീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് വെക്കുക. കഴിയുന്നതും മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് തന്നെ വിളിക്കാൻ ശ്രമിക്കുക. മറ്റു നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ദാറ്റ് മീൻസ് ഗ്രൂപ്പിൽ ആഡ് ആയിരിക്കുന്ന എൻ്റെ വാട്സപ്പ് നമ്പർ, പിന്നെ അങ്ങനെയുള്ള നമ്പേഴ്സ്, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നമ്പേഴ്സിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്നതിനും മെസ്സേജ് അയക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക സമയം നിശ്ചയിക്കുക. എല്ലാവരും ഫാമിലി ആയിട്ട് ഇരിക്കുന്നവരാണ്, ജോലിയുള്ളവരാണ്. അപ്പോൾ മോർണിംഗ് തന്നെ മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യുക. ഒരു 9:30 to up to 5:30 വരെയൊക്കെ ഒന്ന് മെസ്സേജ് ഇടാനും കോൾ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. സപ്പോസ് നിങ്ങൾക്ക് കോൾ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ വിഷമിക്കൊന്നും ചെയ്യേണ്ട, തിരിച്ചു വിളിക്കും. നിങ്ങളുടെ മിസ് കോൾസിലേക്ക് തിരിച്ചു വിളിക്കും കേട്ടോ. അതെ, 9342494941 ഇതാണ്. പിന്നെ മാക്സിമം നോക്കേണ്ടത് മഞ്ജരീസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾ ഷെയറിങ് വളരെ കുറവാണ്. ഇപ്പം നമുക്ക് ഷെയറിങ് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 20 ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ കുറേ ഡബിങ് ചെയ്ത് വന്നതാ. ഇനിയും ശബ്ദം എടുക്കാൻ പറഞ്ഞ പൊന്ന് ഹരിസാറെ ഞാൻ ചത്തുപോകും. ആമസോണിൻ്റെ സിനിമ ഡബിങ് കഴിഞ്ഞ് ഞാൻ ഒരു മീറ്റിങ്ങും കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. നാളെയും തിരിച്ച് ഡബിങ് ഉണ്ട്. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കേൾക്കാമോ? എങ്കിലും ഞാൻ ശബ്ദം എടുത്ത് പറയാം. ഓക്കെ, മാക്സിമം ശബ്ദത്തിൽ പറയാം. ഹെഡ്സെറ്റ് ഉപയോഗിക്കൂ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കൂ. ഹെഡ്സെറ്റ് ഉപയോഗിക്കൂ. അപ്പോൾ മാക്സിമം മഞ്ജരീസിൻ്റെ ക്ലാസ് ഷെയർ ചെയ്യാം. കണ്ടോ, ഇവൻ സന്തത സഹചാരിയാക്കി കൂടെ വെച്ചിരിക്കുക. നമുക്ക് ഈ ശബ്ദം കൊണ്ടുള്ള ജോലിയാണല്ലോ, അതുകൊണ്ട് മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യാം. എല്ലാവരിലേക്കും ക്ലാസ് എത്താൻ നമ്മളൊരു കാരണമായിട്ട് മാറണം. കാരണം എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം കിട്ടണം അല്ലേ. നമ്മൾ സ്വയം പ്രാർത്ഥിച്ച് നമ്മൾ മാത്രം ഒരു ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയെടുക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നമ്മളിലൂടെ ഒരു സമാധാനം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു മഹത്തരമായ അനുഗ്രഹം ഇല്ല എന്ന്. നോ പ്രോബ്ലം ഹരി സർ, സോറി ഒന്നും പറയാതെ. സാറിന് അറിയോ ഇപ്പം ഞാൻ ഡബിങ്ങിന് പോയതും
എനിക്ക് ഇത്രയും നേരം സംസാരിച്ചതൊക്കെ എവിടെയോ ഇരിക്കുന്ന സാറിന് എങ്ങനെ അറിയാം? നോ 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 നോ, സോറി ഒന്നും പറയാൻ പാടില്ല സർ. സോറി ഒക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപാട് അകന്നത് പോലെ ആയിപ്പോവും. അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും വേണ്ട സർ. എപ്പോഴും നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ഒരിക്കലും നമ്മൾക്കിടയിൽ സോറി പാടില്ല. പക്ഷെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാൻ എപ്പോഴും പറയും, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ക്ഷമ പറയണമെന്ന്. കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നല്ല, ക്ഷമ പറയുന്തോറും നമ്മൾ കുറച്ചും കൂടി ഉയരും അല്ലേ. മറ്റേത് ക്ഷമയൊക്കെ പറയാതെ ഞാനെന്ന ഭാവത്തിൽ അങ്ങിരിക്കുമ്പോഴത്തേക്കും അഹങ്കാരം വർദ്ധിച്ച് തലയ്ക്ക് പിടിക്കും. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. പക്ഷെ നമ്മൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരിക്കലും വേണ്ട കേട്ടോ. ഹരി സാർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാനാണ് അങ്ങയോട് ക്ഷമ ചോദിക്കേണ്ടത്. കാരണം ഞാൻ ക്ലാസ് പതുക്കെ പറയുമ്പോൾ അവിടെ കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ അങ്ങ് പറഞ്ഞത്. പക്ഷെ അങ്ങേക്ക് അറിയില്ലല്ലോ ഞാൻ വർക്കിന് പോയിട്ട് വന്നത്. സാരമില്ല സാർ, ഒന്നും പ്രോബ്ലം ഇല്ല. ഞാൻ മാക്സിമം വോളിയത്തിൽ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ ഷെയർ ചെയ്യാം. എല്ലാവരിലേക്കും ക്ലാസ്സുകൾ എത്താൻ നമ്മളൊരു കാരണമായി മാറണം. പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നു. അതൊന്നും പറയേണ്ട ഒരു വേദിയായിട്ട് ഞാനിത് എടുക്കുന്നില്ല. എങ്കിലും ഒരു ചെറിയ അവയർനെസ് എന്ന പോലെ പറയുന്നു. ഗ്യാസൊക്കെ പരമാവധി കുറച്ച് ഉപയോഗിക്കണം. കിട്ടാത്തൊരു വഴിയിലേക്കാണ് പോകുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒതുങ്ങട്ടെ. ചോറ് വെക്കുന്ന അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിഞ്ഞാൽ, കുക്കറിൽ ഒരു വിസലടിച്ച് പിന്നെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം, എങ്കിലും പറയാണ്. അങ്ങനെയൊക്കെ പെട്ടെന്ന് റൈസ് ആവും. പരിപ്പ്, കറി വെക്കുന്ന പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഗ്യാസ്, ഇന്ധനമൊക്കെ, പെട്രോള്, ഡീസൽ, അങ്ങനെയുള്ള എല്ലാം ഒന്ന് കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെലവുകളൊക്കെ മാക്സിമം കുറച്ച് സ്വയം രക്ഷ നമ്മളെപ്പോഴും ഒന്ന് ഇതാക്കുക. ഈ ഓൺലൈൻ ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്, ഞാൻ ചെയ്യില്ല. നിങ്ങൾ അത് ഒക്കെ ഒന്ന് കുറയ്ക്കുക. അങ്ങനെ നമ്മളെ മഞ്ചരീസ് കുടുംബം എന്നും, എൻ്റെ കുടുംബം എന്താണോ അതാണ് എനിക്ക് മഞ്ചരീസ്. സോ എപ്പോഴും സേഫ് ആയിരിക്കണം. അനാവശ്യ ചെലവുകളൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഒരുപാട് പേര് തെരുവിൽ പട്ടിണി കിടക്കുന്നു. നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അവോയ്ഡ് ചെയ്ത് 2 നേരത്തെ ഭക്ഷണം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലകറക്കവും വയ്യായികയും തളർച്ചയും വരും. തെരുവിൽ ഭക്ഷണം കിട്ടാതെ അനേകായിരങ്ങൾ കിടക്കുന്നു. നിങ്ങൾ കാണുന്നതാണ് ദിനം പ്രതി മഞ്ചരീസിലൂടെ ലൈവിലൂടെ അന്നദാനം കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഭക്ഷണങ്ങൾ കളയാതിരിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീരാമനവമി ആശംസകൾ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ 29 അല്ലേ. പിന്നെ മഞ്ചരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും ആർക്കെങ്കിലുമൊക്കെ മഞ്ചരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗമാവണമെങ്കിൽ ഒരു ഫോർമാലിറ്റി ഇല്ല. ഞാൻ പറഞ്ഞ ഈ നമ്പർ 93 42 49 49 41 2 പ്രാവശ്യം 49 ഉണ്ട് കേട്ടോ. അപ്പോൾ ആ നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം തന്നാൽ മതി. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കും. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആക്ടിവിറ്റീസ് ഞാൻ പറയാം. ഒന്നും വിചാരിക്കല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും അറിയാത്ത പുതിയ ആളുകൾക്ക് വേണ്ടി പറയുന്നതാണ്. നമസ്തേ മാ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 3 മണിക്ക് നിങ്ങൾക്ക് നിർമാല്യ മഞ്ജരി വരും. അതായത് ഭഗവാന് നിങ്ങളോട് എന്തോ പറയാനുണ്ട് അന്നത്തെ ദിവസം അല്ലെ. സാക്ഷാൽ ഗുരുവായൂരപ്പന്, ചിലപ്പോൾ മഹാദേവൻ വന്ന് പറയും, ചിലപ്പോൾ ദേവി വന്ന് പറയും. അപ്പൊ എന്തോ പറയാനുണ്ട്. ഒരു ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ, രാവിലെ ഏത് സമയത്ത് നിങ്ങൾ കണ്ണ് തുറക്കുകയാണെങ്കിലും 3 മണിക്ക്, സുഖം സുഷാ മാതാജി, 3 മണിക്ക് നിർമാല്യ മഞ്ജരി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഉണ്ടാവും. അത് നമ്മൾ ഇട്ടിരിക്കും. അപ്പൊ ആ ദിവസം ഭഗവാൻ നിങ്ങളോട് എന്തോ ഒരു നല്ല മെസ്സേജ് നിങ്ങൾക്ക് തരും, നല്ലൊരു മെസ്സേജ്. അത് മുതൽ നമ്മളുടെ ജീവിതം ദിവസം തുടങ്ങുകയാണ്. അത് കഴിയുമ്പോൾ കൃത്യം 6 മണിക്ക് ഗാനമഞ്ജരി വരും. പിന്നെ പ്രഭാത മഞ്ജരി വരും. ഇപ്പൊ 2-3 ദിവസമായിട്ട് എനിക്ക് എഴുതാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. വളരെ അടുത്ത് തന്നെ, നാളെ തന്നെ നിങ്ങൾക്ക് പ്രഭാത മഞ്ജരി വീണ്ടും നാളെ മുതൽ സ്റ്റാർട്ട് ആവും. അതൊക്കെ എഴുതിയാണ് ഇടുന്നത് കേട്ടോ. ഗാനമഞ്ജരി എന്ന് പറയുമ്പോൾ നല്ല ഭക്തിഗാനം ഒറ്റ ഉണ്ടാവും. ആ ദിവസം ഭക്തിഗാനത്തോടു കൂടി തുടങ്ങി രാവിലെ നല്ലൊരു മോട്ടിവേഷൻ, നമുക്ക് പ്രചോദനമാവുന്ന രീതിയിലുള്ള ഒരു പ്രഭാത മഞ്ജരി എഴുതിയിട്ടരും. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആണ്, വേറെ ആർക്കും അതിൽ മെസ്സേജ് ഇടാൻ കഴിയില്ല. അഡ്മിൻസിന് മാത്രം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രമേ മെസ്സേജ് ഇടാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ ഒരു ദിവസം ജ്ഞാനമഞ്ജരി. എന്തൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹിന്ദുയിസത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, എന്താണ് സനാതനധർമ്മം, പല പല കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ കാര്യം, ഇപ്പൊ വെറ്റിലയെ കുറിച്ച്, ദീപം തെളിയിക്കേണ്ടതിനെ കുറിച്ച്, നാരങ്ങ വിളക്ക്, അങ്ങനെ ഒരുപാട് അറിവുകൾ. ഓക്കെ, അപ്പം അതെ, വിശ്വരൂപ ദർശനം,
അങ്ങനെയുള്ള അറിവുകൾ, അതാണ് ജ്ഞാനമഞ്ജരി എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു ദിവസം ഇടും. ഒരു ദിവസം ഗുരുമഞ്ജരി. ഭാരതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടല്ലേ, അപ്പൊ ഏതെങ്കിലും ഒരു ഗുരുവിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്സ് ഒന്ന് എഴുതിയിടും. ഇനി അത് കഴിയുമ്പോൾ ക്ഷേത്രമഞ്ജരി. ഒത്തിരി ക്ഷേത്രങ്ങൾ നമ്മൾക്കുണ്ട്, പക്ഷെ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ലഘു വിവരണം അത് എഴുതിയിടും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് എല്ലാം ചെയ്യില്ല കേട്ടോ, ഓരോ ദിവസം ഓരോന്നായിട്ടാണ്. ഇന്ന് ജ്ഞാനമഞ്ജരി, നാളെ ക്ഷേത്രമഞ്ജരി, പിന്നെ ഗുരുമഞ്ജരി, അങ്ങനെ നമസ്തേ സ്തുതി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഏകാദശി വരുമ്പം അതിന്റെ പോസ്റ്റർ വരും, ഏത് ഏകാദശിയാണ്, എപ്പോഴാണ് അതിന്റെ പാരണ. പിന്നെ നമുക്ക് ദേവമഞ്ജരി ഉണ്ട്, ഓരോ ദേവതമാരെ പറ്റിയും. മഹാദേവൻ, ഇപ്പൊ കാളി, ഗണപതി, അങ്ങനെ ഒരുപാട് ദേവന്മാരും ദേവിമാരും നമുക്കുണ്ട്. ഓരോരുത്തരെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം. ഇങ്ങനെ നമുക്ക് വളരെ നല്ല നല്ല കുറേ കാര്യങ്ങൾ. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഗണപതി പുരാണം കഴിഞ്ഞു. നമുക്ക് പുരാണ കഥാമഞ്ജരി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പുരാണ കഥാമഞ്ജരി ഒരു ഓഡിയോ, അതുവഴി നിങ്ങൾക്ക് ഒരു കഥ രാത്രിയാകുമ്പോൾ ഒരു കഥ കേൾക്കാം. വീണ്ടും 6 മണിക്ക് ഒരു ഗാനമഞ്ജരി വൈകുന്നേരം ഉണ്ടാവും. ഇങ്ങനെ പിന്നെ പ്രദോഷം, സങ്കടഹര ചതുർത്ഥി, അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണെങ്കിൽ ആ ദിവസത്തെ കുറിച്ചുള്ള പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ അലങ്കാരം, ചില സമയത്ത് അലങ്കാരത്തിന്റെ കൂടെ ഒരു കഥ, അങ്ങനെ നല്ല രസകരമായ ഒരു കുടുംബ കൂട്ടായ്മയാണ് മഞ്ജരീസ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആണുങ്ങൾക്ക് വേറെ ഗ്രൂപ്പ്, സ്ത്രീകൾക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ട്. ഫേസ്ബുക്ക് വഴി കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. യൂട്യൂബ് വഴി കാണുന്നവരാണെങ്കിൽ യൂട്യൂബിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ലൈവ് ക്ലാസ് തുടങ്ങുമ്പോൾ അതിന്റെ ലിങ്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇടും. പിന്നെ യൂട്യൂബിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബിലേക്ക് ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഇടും. അങ്ങനെ ഒരുപാട് നല്ല വിശേഷങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പല്ല, കുടുംബമാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ ഏകദേശം ഓരോ ഗ്രൂപ്പും നമ്മൾ ക്ലോസ് ചെയ്യാൻ സമയമായി, കാരണം അത്യാവശ്യം ആളുകളായി കഴിഞ്ഞു. നമുക്ക് മിനിമം ഇത്ര പേര് മതി എന്നുള്ളൊരു ഇതിലേക്ക് ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആഡ് ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഒന്നും ആരും അയക്കില്ല. ഒരു വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടില്ല. നിങ്ങളുടെ ഗാലറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഫില്ലാവില്ല. പിന്നെ കിച്ചൂട്ടനെ രാധാറാണിയുടെ ഹാരം ഇടുന്ന ഫോട്ടോസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ വരൂ. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഏപ്രിൽ 1-ാം തീയതി മുതൽ കുട്ടികൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഫ്രീ ആണ്. അവരെ ഒന്ന് 2 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഒന്ന് പിടിച്ചിരുത്തി കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുകുലം ക്ലാസ് ആണ്. തികച്ചും ഫ്രീ ആണ്. സൂം വഴിയാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. മഞ്ജരീസിന്റെ നമ്പർ ഒന്നുകൂടി പറയാം: 93 42 49 49 41. ഓക്കെ, വിശേഷങ്ങളൊക്കെ കിട്ടിയില്ലേ? ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. 29ാമത്തെ ശ്ലോകമാണ് ഇനി എടുക്കേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് നമുക്ക് 9 മണിയായിട്ടേ ഉള്ളൂ. ഒരു 10:30 വരെ കുറച്ച് അധികം എടുത്തിട്ട് പോവാം. കാരണം ഇത് കഴിയുമ്പോൾ ഞാൻ നാരായണീയം സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് പെട്ടെന്ന് നാരായണീയം സ്റ്റാർട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, 29ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സുബുജോ, എടുത്തോളൂ കേട്ടോ, ബുക്ക് എടുത്തോളൂ. സുബുജോ ദുർധരോ, സുബുജോ ദുർധരോ വാക്മി. അങ്ങനെ നിർത്താതെ സംസാരിച്ച് ഡബിങ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന എടുക്കും. അതാ, വേറെ ഒന്നുമല്ല. സുബുജോ ദുർധരോ വാക്മി മഹേന്ദ്രോ വസുദോ വസുഹ. വായിക്കാൻ കിട്ടിയോ? സുബുജോ ദുർധരോ വാക്മി മഹേന്ദ്രോ വസുദോ വസു. വസുഹ ഉണ്ട് കേട്ടോ, 2 കുത്തുണ്ട് അറ്റത്ത്. നൈഗരൂപോ ബൃഹ. വാക്കുകളെ പിരിച്ച് വായിക്കണം കേട്ടോ, അപ്പൊ എളുപ്പം വായിക്കാൻ കിട്ടും. നൈഗരൂപോ ബൃഹ ദ്രൂഭ നൈഗരൂപോ ബൃഹദ്രൂപ ശിബിവിഷ്ടഃ.
തരാം. നാരായണി നമുക്ക് ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടില്ല അമ്മ. കുറച്ച് ബുക്സ് ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, എത്തിയിട്ടില്ല. എത്തിയ ഉടനെ തന്നെ അയച്ചുതരാം കേട്ടോ. നൈകരൂപോ ബൃഹദ്രൂപ ശിബി വിഷ്ടഃ പ്രകാശനഃ. ഓക്കെ, ഇനി എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സുഭുജോ എന്നുള്ളത് നമുക്ക് സുഭുജ എന്നെടുക്കാം. ഓക്കെ, നമസ്തേ തങ്കമണി മാതാജി. സുഭുജോ എന്നുള്ളത് സുഭുജ എന്നെടുക്കാം നമുക്ക്. സുഭുജ എന്ന് പറഞ്ഞാൽ സുന്ദരങ്ങളായ ഭുജങ്ങളോട് കൂടിയവൻ. സു എന്ന് പറഞ്ഞാൽ സുന്ദരം, ഭുജഹ അല്ലെങ്കിൽ ഭുജോ എന്നെടുത്ത ഭുജം, സുന്ദരങ്ങളായ ഭുജങ്ങളോട് കൂടിയവൻ. അടുത്തത് എന്താ? ദുർധരോ അല്ലെങ്കിൽ ദുർധര. ശ്ലോകം വായിക്കുമ്പോൾ ദുർധരോ എന്ന് വായിക്കണം. ദുർധരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരാൽ ധാരണം ചെയ്യാൻ കഴിയാത്ത ലോകധാരകങ്ങളായ ഭൂമി മുതലായവയെ ധരിക്കുന്നവൻ. അതായത് മറ്റുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. അങ്ങനെ ആർക്കും സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ. ദുർധര, കഷ്ടപ്പാടാണ്. ഭൂമിയൊക്കെ വരാഹരൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരാ, പിന്നെ ഗോവർദ്ധനഗിരി താങ്ങി നിർത്തുക, ഇതൊക്കെ ഭഗവാൻ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെയാണ് ദുർധര എന്ന് പറയുന്നത്. ഓക്കെ, വാഗ്മി എന്ന് പറഞ്ഞാൽ വേദമതിയായ വാക്കിന് ഉദ്ഭവസ്ഥാനമായവൻ. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമാണ്. ആ വാക്ക് വരുന്നത് എവിടുന്നാണ്? ഭഗവാനിൽ നിന്നാണ്. മനസ്സിലായോ? വാക്ക് എന്നാൽ സത്യമാണ്, അറിവാണ്, ജ്ഞാനമാണ്. വാക്കില്ലെങ്കിൽ ഒന്നുമില്ല അല്ലെ? മൂകനായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പൊ ആ വാക്കിന് എന്താണ് ഉദ്ഭവസ്ഥാനം? എവിടുന്നാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാന് വാഗ്മി എന്ന് വിളിക്കുന്നത്. ഇനി മഹേന്ദ്ര, ഈശ്വരന്മാർക്കും ഈശ്വരനായവൻ, അതായത് മഹാനായ ഇന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. മഹേന്ദ്ര എന്ന് പറഞ്ഞാൽ മഹാനായ ഇന്ദ്രൻ. ഈശ്വരന്മാർക്കും ഈശ്വരനാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? വിഷ്ണു സഹസ്രനാമത്തിൽ എത്രമാത്രം അർത്ഥങ്ങൾ ഉണ്ടെന്ന് നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ. വെറുതെ നമ്മൾ വായിച്ചു പോകുന്നത് കൊണ്ട് കാര്യമില്ല. വായിച്ചു പോയാലും സന്തോഷം, ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ അർത്ഥം അറിഞ്ഞ് വായിച്ചാൽ അതിലേറെ സന്തോഷം. ഇനി അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾക്കത് ഓർമ്മയിൽ നിൽക്കാത്ത അവസ്ഥയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ 1000 നാമങ്ങളുടെ അർത്ഥം പഠിച്ചില്ലെങ്കിലും ഒരു നാമത്തിന്റെ അർത്ഥമെങ്കിലും അറിഞ്ഞിരുന്നാൽ സന്തോഷം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. മഹേന്ദ്ര, മഹേന്ദ്ര എന്ന് പറഞ്ഞാൽ മഹാനായ ഇന്ദ്രൻ, ഈശ്വരന്മാരുടെയും ഈശ്വരൻ, അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ മഹേന്ദ്ര എന്ന് വിളിക്കുന്നത്. ഇനിയോ വസുധ. വസുധ എന്ന് പറഞ്ഞാൽ ധനത്തെ ദാനം ചെയ്യുന്നവൻ. ധനം, ആ ധനത്തെ ദാനം ചെയ്യുന്നവൻ. ഭഗവാൻ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരും. അതുകൊണ്ടാണ് ഭഗവാനെ വസുധ എന്ന് വിളിക്കുന്നത്. വസുഹ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യപ്പെടുന്ന ധനമായിരിക്കുന്നവൻ. ഭഗവാൻ ധനത്തെ ദാനം ചെയ്യുന്നുണ്ട്. ഈ ധനം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോ ആത്മസ്വരൂപത്തെ മായ കൊണ്ട് മറയ്ക്കുന്നവൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വസിക്കുന്നവൻ, ഇതൊക്കെ വസുഹ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. ബിജി പ്രഭു, ഹോജി ശിവൻകുട്ടി, കറക്റ്റ് ആണോ ഞാൻ പേര് വായിക്കുന്നത്? അപ്പൊ ഭഗവാൻ ധനത്തെ ദാനം ചെയ്യുന്നു. ഈ ഭഗവാൻ ദാനം ചെയ്യുന്ന ധനം, നമസ്തേ സ്വാമി, ഭഗവാൻ ദാനം ചെയ്യുന്ന ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഭഗവാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ധനത്തെ ദാനം ചെയ്യുന്നവൻ. പ്രശ്നം സോൾവ് ആയോ? വിജയ് പ്രഭു സക്സസ്. അത്രേ ഉള്ളൂ. കിച്ചൂട്ടന്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ അതിന് മാറ്റമൊന്നുമില്ല. ഇന്ന് രാവിലെ അല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്? സോൾവ് ആയില്ലേ? അത്രയും മതി. ഹരേ കൃഷ്ണ. കിച്ചൂട്ടൻ കാണാത്തതും കേൾക്കാത്തതും ഒന്നുമില്ല. ബിജി പ്രഭു കുറെ നാളായി ലൈവില് വന്നിട്ട്. അപ്പൊ കിച്ചൂട്ടൻ ഇവിടെ ഇരുന്ന് നോക്കും ആരൊക്കെയാ ലൈവില് വരുന്നത്, ആരൊക്കെയാ കമന്റ് ഇടുന്നത് എന്ന്. അപ്പൊ എന്താ, ഇവൻ വരുന്നില്ലല്ലോ കുറച്ച് നാളായിട്ട്, അപ്പൊ അവൻ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താം എന്ന് കരുതിയിട്ട് കിച്ചൂട്ടൻ ചെറിയൊന്ന് ടൈറ്റ് ആക്കി പിടിച്ചതാ. ഇപ്പൊ അത് ശരിയായില്ലേ?
ഇനി വേഗം ലീവൊക്കെ പിടിച്ച് നാട്ടിലേക്ക് വരൂ, ഇവിടെ കുടുംബമായിട്ട് സന്തോഷമായിട്ടിരിക്കൂ, ഗുരുവായൂർ അമ്പലത്തിൽ പോകൂ, ഭഗവാനെ കാണും, ഹാപ്പി ആയിട്ടിരിക്കൂ. നന്ദി ഭഗവാനെ, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഒന്നും പേടിക്കണ്ട കേട്ടോ. ഇനി സാധിക്കുമ്പോഴെല്ലാം ലൈവില് വരിക, ഭഗവാനെ കാണുക. കിച്ചൂട്ടനെ എവിടെ നിന്ന് ഇങ്ങനെ നോക്കും ആരൊക്കെയാ കമന്റ് ഇടുന്നത്. ഏയ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളോട് ക്ഷമ പറയരുത്, ഒരിക്കലും പറയരുത് ബിജി പ്രഭു. എന്റെ ഹൃദയത്തിലുണ്ട് അങ്ങൊക്കെ. ഓക്കെ, അങ്ങ് ഒരിക്കല് വെളിയിൽ, അദ്ദേഹം ദുബായിലാണ്, എവിടുന്ന് ദുബായിൽ നിന്ന് വന്നപ്പം എനിക്കൊരു വെള്ള ഹാൻഡ് ബാഗ് ഗിഫ്റ്റ് ചെയ്തു, എനിക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു. ഞാൻ ഗുരുവായൂരെത്തി, അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അപ്പം നാട്ടിലേക്ക് വന്നപ്പം അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹം എല്ലാം കൂടെ ഗുരുവായൂർ വന്ന് എനിക്കൊരു ബാഗ്, ഒരു ഹാൻഡ് ബാഗ് വാങ്ങി അയച്ചു. അയ്യോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ബാഗ്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത്, ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നു. എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അല്ലേ, നമുക്ക് അങ്ങനെ എന്താ പറയാ, ലക്ഷങ്ങളോ കോടികളോ ഒന്നുമല്ല, ഹൃദയം കൊണ്ട് അവര് നമുക്കൊരു പൂ തന്നാൽ പോലും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തന്നില്ലെങ്കിലും ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ തന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് ഇന്നും ഞാൻ ഓർത്തിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അതുണ്ട്. അങ്ങയോടും ഭാര്യയോടും മക്കളോടും അച്ഛൻ്റെ കാര്യം എനിക്കറിയാം, അമ്മയോടും ഒക്കെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവുമാണ്. അങ്ങ് കുറച്ച് വിഷമിച്ചു അവിടെ ആ പ്രശ്നം ഉണ്ടായപ്പം. ഇപ്പം ആ പ്രശ്നം ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ കിച്ചൂട്ടനോട്, രാധാറാണിയോട് അത് പറഞ്ഞു. പോട്ടെ കിച്ചൂട്ടാ, ഇനി വന്നോളെന്ന് പറഞ്ഞു. അപ്പത്തേക്ക് അത് കഴിഞ്ഞില്ലേ, ഇനി സമാധാനമായിട്ട് വരൂ കേട്ടോ. എന്താ മോനെ ചോദിച്ചേ ചിഞ്ചു? വസു എന്നാണ് മോളെ, പക്ഷെ അതിന്റെ അറ്റത്ത് 2 കുത്ത് കണ്ടോ? ആ 2 കുത്ത് വരുമ്പോ ഹ എന്ന് ചേർത്ത് വായിക്കണം, മനസ്സിലായോ? വസുഹ, ഹു അല്ലടാ, ഹ, വസുഹ. ഓക്കെ, ആ കണ്ണ, വസുഹ എന്നാണ് കേട്ടോ. അപ്പൊ ദാനം ചെയ്യപ്പെടുന്ന ധനമായിരിക്കുന്നവനാരോ അതാണ് വസുഹ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അത് മാത്രമല്ല, അന്തരീക്ഷത്തിൽ വസിക്കുന്നത് കൊണ്ടും ഭഗവാനെ നമ്മൾ വസുഹ എന്ന് പറയും. ക്ലിയർ? ഇനി നൈകരൂപഹ, അവിടെയും 2 കുത്തുണ്ട്. അടുത്ത ലൈൻ നോക്കുമ്പം നമുക്ക് ശ്ലോകത്തിൽ വരുമ്പോ നൈകരൂപോ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ അർത്ഥം എടുത്തോളൂ. ഞാൻ നിങ്ങൾക്ക് സിംഗിൾ പറഞ്ഞ ചിലപ്പോൾ വേർഡ്സിന്റെ ആ പ്രൊനൗൺസിയേഷൻ മാറിപ്പോകും. അപ്പൊ നൈകരൂപോ എന്ന് തന്നെ എടുത്തോളൂ. നൈകരൂപോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകമായ രൂപമില്ലാത്തവൻ. ഭഗവാൻ ഏത് രൂപത്തിലും വരും, എങ്ങനെയും വരും, എവിടെയും വരും, ആരുടെ അടുത്തും വരും. ഇന്നിപ്പം കിച്ചൂട്ടൻ നേരെ ബിജി പ്രഭുവിന്റെ അടുത്തായിരുന്നു പോയത്. അദ്ദേഹത്തിന് ഒരു ചെറിയ ലീവിന്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ പ്രശ്നം വന്നപ്പം. അപ്പൊ അതുപോലെ ഏത് രീതിയിലും, എവിടെ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും, ആരുടെ അടുത്ത് വേണമെങ്കിലും ഭഗവാന് വരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാന് നൈകരൂപോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൈകരൂപോ എന്ന് വിളിക്കുന്നത്. പിന്നെയോ ബൃഹദ്രൂപഹ, ബൃഹദ്രൂപഹ, മഹത്തായ രൂപങ്ങൾ എടുത്തവൻ. അപ്പൊ അതായത് എന്താ പറയാ, വരാഹമൂർത്തി, പിന്നെ നമ്മുടെ വാമനൻ, അങ്ങനെയൊക്കെയുള്ള കുറെ രൂപങ്ങൾ ഭഗവാൻ എടുത്തു. നരസിംഹരൂപം, ഇതൊക്കെ ഭയങ്കരമായ രൂപങ്ങളാണ് അല്ലെ. അപ്പൊ അതേപോലെ മഹത്തായ രൂപങ്ങൾ എടുത്തത് കൊണ്ടാണ് ബൃഹദ്രൂപഹ എന്ന് പറയുന്നത്. ബൃഹം വലുത്, ബൃഹത്തായ ഭയങ്കരമായ രൂപങ്ങൾ എടുത്തത് കൊണ്ടാണ് ഭഗവാനെ നമ്മൾ ബൃഹദ്രൂപ എന്ന് വിളിക്കുന്നത്. ഇനിയോ ശിബിവിഷ്ടഹ, ശിബിവിഷ്ടഹ, ബൃഹദ്രൂപ ശിബിവിഷ്ടഹ എന്നാണ്. ആ ശിബിവിഷ്ടഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിബി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? പശു, ഗോമാതാവ്. ശിബി എന്ന് പറഞ്ഞാൽ പശു. അപ്പോ ശിബി എന്ന് പറയുന്ന പശുക്കളിൽ യജ്ഞരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. പശുക്കളിൽ യജ്ഞരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഭഗവാനെ ശിബിവിഷ്ട എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ശിബി എന്ന് പറഞ്ഞാൽ രശ്മി എന്നൊരർത്ഥം കൂടിയുണ്ട്. രശ്മി എന്നും പറയും ശിബിയെ കൊണ്ട്. അപ്പോ ആ രശ്മികളിൽ നിവിഷ്ടൻ, പ്രവേശിക്കുന്നവൻ. പ്രകാശമാണ്, പശുവാണ്, ഭഗവാൻ എല്ലാമാണ്. പക്ഷെ ചില വാക്കുകളുടെ അർത്ഥം നമ്മൾ മാറ്റിപ്പിടിച്ച് പറയുമ്പോൾ ഉള്ള ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ പശുക്കളിലും ഭഗവാനുണ്ട്, വെളിച്ചത്തിലുമുണ്ട്. ശിബിവിഷ്ടൻ ആണ്, പ്രകാശത്തില് രശ്മിയിലുമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ശിബിവിഷ്ടഹ എന്ന് വിളിക്കുന്നത്. നമുക്ക് നാരായണൻ, മാധവൻ, കൃഷ്ണൻ, അച്യുതൻ, കേശവൻ, ഇതൊക്കെയല്ലേ പേരറിയൂ. ഇങ്ങനെ ഭഗവാന് ശിബിവിഷ്ടഹ എന്നൊരു പേരുണ്ടെന്നൊക്കെ നമുക്കറിയായിരുന്നു. ഇത്ര കാലവും നമ്മൾ സഹസ്രനാമൊക്കെ വായിച്ചിട്ടും സഹസ്രനാമമാണെന്നറിയാം എന്നല്ലാതെ ഇങ്ങനെ ഒരു അർത്ഥമാണ് ഈ ഒരു വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ.
അപ്പൊ എന്തായാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വരുന്നു. അതിന് തന്നെ ഭഗവാനോട് ഈ ജന്മം നമ്മൾ കടപ്പെട്ടിരിക്കണം. അപ്പൊ ശിബിവിഷ്ടഹ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഓക്കെ, ഇനിയോ പ്രകാശനഹ, ശിബിവിഷ്ട പ്രകാശനഹ. പ്രകാശനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ, എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ പ്രകാശിക്കുന്നുണ്ടോന്ന്. ഉണ്ട്, നമ്മളിലൊക്കെ ഒരു ആത്മചൈതന്യമുണ്ട്. മനസ്സിലായി? എല്ലാവരിലും ഉണ്ട് ആത്മചൈതന്യം. ആരും കുറഞ്ഞ ആൾക്കാരല്ല, ആരും താഴെയുള്ളവരുമല്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാവരിലും അവരുടേതായ ക്വാളിറ്റീസ് ഉണ്ട്, നന്മകളുണ്ട്. അതുപോലെ നമ്മളൊക്കെ മനുഷ്യലോകത്തുള്ളത് കൊണ്ടും നമ്മളൊന്നും പൂർണ്ണമായ ഒരു അറിവില്ലാത്തത് കൊണ്ടും നമുക്ക് പരിമിതികളും ഉണ്ട്, അറിവില്ലായ്മയും ഉണ്ട്, തിന്മകളും ഉണ്ട്. പക്ഷെ ഭഗവത് സേവനം ചെയ്യുമ്പോഴും ഭഗവാനുമായി അടുക്കുമ്പോഴും നമുക്ക് കുറെ അറിവുകൾ കിട്ടും. ആ, ഇതല്ല ശരി, ഇതാണ് ശരി. അപ്പൊ നമ്മൾ പറയാറില്ലേ അനുഭവമാണ് ഗുരു എന്ന്. അങ്ങനെയുള്ള ഗുരുക്കന്മാര്, പിന്നെ നമ്മളുടേതായ ഗുരുക്കന്മാരിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കും, ജ്ഞാനം ലഭിക്കും. അങ്ങനെ നമ്മൾ എന്താവും, നമ്മളിലെ തെറ്റുകളെ എല്ലാം മാച്ച് നമ്മൾക്ക് നല്ല നന്മ ലഭിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രകാശപൂർണമായ ഒരു അവസ്ഥ ലഭിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ പ്രകാശപൂരിതമായിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രകാശനഹ എന്ന് പറയുന്നത്. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നുണ്ട് ഭഗവാൻ. മനസ്സിലായോ? എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. ആരും ഒരിക്കലും പറയരുത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാനൊരു വേസ്റ്റ് ആണ്, എന്നെ ആർക്കും വേണ്ട എന്നൊന്നും ഒരിക്കലും പറയരുത്. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാവരിലെയും ആത്മചൈതന്യം ഭഗവാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ചൈതന്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. ഇപ്പൊ ഒരു നല്ല ലൈറ്റ്, ആ ലൈറ്റ് ഇങ്ങനെ നല്ല ആദ്യം വാങ്ങിയിടുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും. പിന്നെ ആ ലൈറ്റ് ഇങ്ങനെ പൊടി പിടിച്ച് ആ പൂർണ്ണമായ പ്രകാശം പുറത്തു വരാത്ത ഒരവസ്ഥ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ലൈറ്റിനെ നന്നായി തുടച്ചാൽ ആ പ്രകാശം മൊത്തത്തിൽ പുറത്തേക്ക് വരും. അപ്പൊ അതേപോലെ നമ്മളിൽ ഇരിക്കുന്ന പൊടി പടലങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തുടച്ചു മാറ്റണം. അതെങ്ങനെയാ? നല്ല എന്താ പറയാ, പിയേഴ്സ് സോപ്പോ കുറ്റിക്കൂറ സോപ്പൊക്കെ ഇട്ട് ഡോ സോപ്പൊക്കെ ഇട്ട് കുളിച്ചാൽ ആ പൊടി അങ്ങ് പോവും. അത് ശരീരത്തിന്റെ പുറത്തുള്ള അഴുക്ക്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ നമ്മൾ കാണാത്ത കുറെ അഴുക്കുകളുണ്ട്. അതെല്ലാം നമ്മൾ എങ്ങനെയാ കളയുക? ജ്ഞാനത്തിലൂടെ. ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടും നമുക്ക്? ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്. ഇതുപോലെ നമ്മൾ സഹസ്രനാമങ്ങൾ ചൊല്ലുമ്പോൾ, നമ്മൾ ഏകാഗ്രതയോടുകൂടി ഇരിക്കുമ്പം അങ്ങനെ നമുക്ക് എന്താ ലഭിക്കുക? ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനം നമ്മളെ ആന്തരികമായി ശുദ്ധീകരിക്കും. നമ്മുടെ ദേഷ്യമൊക്കെ കൺട്രോൾ ആവും, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കും, നമ്മളുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും തരും. ഈ ഭൗതികമായ ലോകത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ അറ്റാച്ച്മെന്റ് ആണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഞാൻ ഇങ്ങനെയാവണം, ഞാൻ അങ്ങനെയാവണം, ഈ ചിന്തകളിൽ നിന്നെല്ലാം മാറി. ഇവിടെ ഞാനൊരു അതിഥിയാണ്. കഴിഞ്ഞ വട്ടവും ഞാനിവിടെ വന്നിരുന്നു. ഇനിയും നമ്മൾ ഇവിടെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്ന് കരുതി മരിക്കണം എന്നല്ല പറയുന്നത്. നന്മ ചെയ്തിട്ട്, നല്ല പ്രവർത്തികൾ ബാക്കി വെച്ചിട്ട്, എന്നും എല്ലാവരാലും നല്ല രീതിയിൽ നമ്മളെ ഓർക്കുന്ന രീതിയിൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ പോകണം. അല്ലെ? നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഓർത്ത് വിതുമ്പാൻ ഒരു 10 പേരെങ്കിലും ഈ ലോകത്തുണ്ടാകും. അല്ലാടോ പണ്ടാരും ചത്തുപോയല്ലോ സ്വസ്ഥമായി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കരുത്. നമ്മളോട് അസൂയയും കുശുമ്പുള്ളവർ പറയും, അത് പറഞ്ഞോട്ടെ, സാരമില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ 10 പേരെങ്കിലും നിശബ്ദമായി അവരെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ തുള്ളി വീഴുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറെ പേരും പ്രശസ്തിയും പണവും നേടാനല്ല ജീവിക്കേണ്ടത്. നമുക്ക് ആരോട് വേണമെങ്കിലും പോരിടാൻ പറ്റും. ഈ പോരിട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? അതുകൊണ്ട് എന്താ നേട്ടം? നമ്മൾ കുറെ ദിവസം നിശബ്ദമായി വീട്ടിൽ ഹാൻഡിൽ ചെയ്ത് നോക്ക്, സ്വസ്ഥത ഉണ്ടാവുന്നേ. തീർച്ചയായിട്ടും ഉണ്ടാവും. വാക്കുകൾ എപ്പോഴും പരിമിതമാക്കുക, വാക്കുകളെ നിയന്ത്രിക്കുക, മനസ്സും ശരീരവും സ്വസ്ഥമാക്കുക. എന്ത് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു 5 മിനിറ്റ് ആലോചിക്കുക. മാക്സിമം സൈലൻസിലൂടെ ഉള്ള ഒരു ജീവിതത്തിന് മനോഹാരിതയുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഉയർന്നു വരിക. അപ്പം നമ്മൾ എന്തായി? സ്വയം പ്രകാശിതരാകും. ആ പ്രകാശം, ആത്മചൈതന്യം നമ്മളിൽ വന്ന് നിറയും. അതാണ് നമുക്ക് ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ആ ഒരു ലൈൻ വായിച്ചു നോക്കാം. സുബുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ
വസുദോ വസുഹ നൈകരൂപോ ബൃഹദ്രൂപ ശിബിവിഷ്ടഃ പ്രകാശനഃ. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സുന്ദരമായ കൈകളുള്ള വേദമതിയായ വാക്കിന് ഉദ്ഭവസ്ഥാനമായിരിക്കുന്ന, ഈശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന, ധനത്തെ ദാനം ചെയ്യുന്ന ധനമായിരിക്കുന്ന, ഒരുപാട് രൂപങ്ങളുള്ള, മഹത്തായ രൂപങ്ങളെടുത്ത, പശുക്കളിലും പ്രകാശത്തിലും വസിക്കുന്ന, എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന ആ ആത്മചൈതന്യ സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? ഇനി 30ാമത്തെ ശ്ലോകമാണ് കേട്ടോ. 30ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഓജസ് തേജോ. നിർത്തി വായിച്ചു പോയിക്കോ. ഓജസ് തേജോ, ഓജസ് തേജോ ദ്യുതിധര. ഈ വാക്ക് ഒരു വാക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു വാക്കായിട്ടാണ് അർത്ഥം എടുക്കേണ്ടത്. ഓക്കെ, ഓജസ് തേജോ ദ്യുതിധര, ഓജസ് തേജോ ദ്യുതിധര. ഒന്നുകൂടി വായിച്ചേ. ഓജസ് തേജോ ദ്യുതിധര. കിട്ടിയോ? കുറച്ച് അമ്മമാരും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. വായിക്കാൻ അറിയുന്നവർക്ക് ഈസിയാണ്, അല്ലാത്ത ആദ്യമായി പഠിക്കുന്നവരൊക്കെ വായിക്കുന്നവരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഓജസ് തേജോ ദ്യുതിധര പ്രകാശാത്മാ, പ്രകാശാത്മാ പ്രകാശം, ആത്മാ പ്രകാശാത്മാ, പ്രതാപനഃ, പ്രതാപനഃ. അതൊക്കെ വായിച്ചു പോയിക്കോളൂ. ഓജസ് തേജോ ദ്യുതിധര പ്രകാശാത്മാ പ്രതാപനഃ. കിട്ടിയില്ലേ? ഇനി ഋതഃ, ഋഷിയുടെ റ, ഋതഃ, ഋതഃ. സ്പഷ്ടാക്ഷരോ, സ്പഷ്ടാക്ഷരോ, സ്പഷ്ടം, ക്ലിയർ എന്നാണ് അർത്ഥം. സ്പഷ്ടാക്ഷരോ. മന്ത്ര, മന്ത്ര ചന്ദ്രാംശു, ചന്ദ്രാംശുർ എന്നെടുത്തോളൂ, എറും കൂടി ചേർത്തെടുത്തോ. മന്ത്ര ചന്ദ്രാംശുർ, മന്ത്ര ചന്ദ്രാംശുർ ഭാസ്കരദ്യുതിഹ, ഭാസ്കരദ്യുതിഹ. ഓജസ് തേജോ ദ്യുതിധര പ്രകാശാത്മാ പ്രതാപനഃ. ഋത സ്പഷ്ടാക്ഷരോ, സ്പഷ്ടാക്ഷരോ മന്ത്രചന്ദ്രാംശുർ, മന്ത്രചന്ദ്രാംശുർ ഭാസ്കരദ്യുതിഹ. ഓക്കെ, ഇനി ഓജസ് തേജോ ദ്യുതിധര എന്ന് പറഞ്ഞാൽ, ഓജസ് എന്നാൽ എന്താണ്? പ്രാണഫലം. ഓജസ്, തേജസ്, പ്രാണഫലം, അതാണ് ഓജസ് എന്ന് പറഞ്ഞാൽ. തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൗര്യാദി ഗുണങ്ങൾ. നമ്മൾ പറയാറില്ലേ നല്ല തേജസ് ഉണ്ട്, അവരെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ട് എന്ന് പറയില്ല, അതാണ് തേജസ് എന്ന് പറയുന്നത്. ഭഗവാനുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർക്ക് ഇങ്ങനെ തേജസ് കൂടി 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 വരും. കാരണം എന്താ? ഭഗവാന്റെ ആ ചൈതന്യം അവരിലേക്ക് ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരും. മനസ്സിലായോ? അപ്പൊ അതാണ് തേജസ് എന്ന് പറയുന്നത്. ദ്യുതി, ഓജസ് തേജോ ദ്യുതി എന്ന് പറയുന്നത്. ദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാന്തി. ദ്യുതി എന്ന് പറഞ്ഞാൽ കാന്തി. നമ്മൾ പറയുന്ന ഭംഗിയല്ല, കാന്തി. അതൊരു ആകർഷണീയത. അവരെ കാണുമ്പോൾ എന്താ, അപ്പൊ നമ്മൾ നല്ല നല്ല സന്യാസിമാരെയൊക്കെ കാണുമ്പം, സന്യാസി വര്യന്മാരെയൊക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു ജപത്തിന്റെയും പൂജയുടെയും ഫലം കൊണ്ട് അവരെ നമ്മളിങ്ങനെ നോക്കി നിന്നു. എന്താ ഒരു തേജസ്, എന്താ ഒരു ഭംഗി അല്ലേ? നമ്മുടെ മറ്റേ ഈ സ്റ്റൈലിഷ് ഭംഗി അല്ലാട്ടോ ഉദ്ദേശിക്കുന്ന, ഒരു തേജസ്, ആ മുഖത്തുള്ള ഒരു ചൈതന്യം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ദ്യുതി എന്ന് പറഞ്ഞാൽ കാന്തി. ഇവയൊക്കെ ധരിക്കുന്നത്, ഇതൊക്കെ ആരിലാണ് അടങ്ങിയിരിക്കുന്നത്? പൂർണ്ണമായിട്ട് ഭഗവാനിലാണ് അടങ്ങിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഓജസ് തേജോ ദ്യുതിധര എന്ന് പറയുന്നത്. ഓജസ്സും തേജസ്സും കാന്തിയും എല്ലാം തികഞ്ഞിരിക്കുന്ന ആളിനെ, ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കും? ഓജസ് തേജോ ദ്യുതിധരാന്ന് വിളിക്കും. ഗുരുവായൂരപ്പാന്ന് നീട്ടി വിളിക്കുന്നത് പോലെ ഓജസ് തേജസ് എന്താണ്? ഓജസ് തേജോ ദ്യുതിധരാന്ന് ഭഗവാനെ അങ്ങ് വിളിക്കും. ഓക്കെ,
ഇനി പ്രകാശാത്മാ. പ്രകാശാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശരൂപമായിരിക്കുന്ന ആത്മാവോട് കൂടിയവൻ. പ്രകാശ ആത്മാ, പ്രകാശമായിരിക്കുന്ന ആത്മാവ്, അതാണ് പ്രകാശാത്മാ എന്ന് പറയുന്നത്. അങ്ങനെ പ്രകാശമായിരിക്കുന്ന ആത്മാവോട് കൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. പ്രതാപനഹ. പ്രതാപനഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തെ തപിപ്പിക്കുന്നവൻ. സൂര്യനെ പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാരുണ്യമാണ് അല്ലെ. ലോകത്തെ തപിപ്പിക്കുന്നവൻ. താപം, ചൂടും തണുപ്പും എല്ലാം ആരാ തരുന്നത്? ഭഗവാനാണ്. നിലാവെളിച്ചം, നിലാവിന്റെ ചൂട്, അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് എന്നൊക്കെ പറയും. നിലാവിന്റെ ചൂട് നമ്മൾ പറയില്ലേ, നിലാവിന്റെ വെളിച്ചം എന്നേ പറയും. സൂര്യന്റെ ചൂട്, നല്ല വസന്തകാലം, അല്ലെങ്കിൽ പിന്നെ ചൂടുകാലം, തണുപ്പ് കാലം, മഞ്ഞുകാലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ശിശിരം, അങ്ങനെ കുറെ കാലങ്ങളൊക്കെ ഇല്ലേ. ഇതെല്ലാം നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. ഋതഹ. ഋതഹ എന്ന് പറഞ്ഞാൽ ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം കൊണ്ട് സമ്പന്നൻ. ഭഗവാൻ ധർമ്മമാണ്, ജ്ഞാനമാണ്, ഭഗവാൻ വൈരാഗ്യമാണ്. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഋതഹ എന്ന് പറയുന്നത്. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം മുതലായിരിക്കുന്ന ഗുണങ്ങളാൽ സമ്പന്നമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഋതഹ എന്ന് പറയുന്നത്. സ്പഷ്ടാക്ഷര. സ്പഷ്ടാക്ഷരോ എന്നാണ് ഗ്രന്ഥത്തില് നമ്മൾ പറയുമ്പോൾ, ഒരു വാക്കെടുക്കുമ്പോൾ സ്പഷ്ടാക്ഷര എന്നാണ് എടുക്കുന്നത്. പക്ഷെ ശ്ലോകം വൈസ് പഠിച്ചു പോയാൽ മതി. സ്പഷ്ടാക്ഷരോ എന്ന് പറഞ്ഞാൽ ഭഗവത് ധ്വാചകമായിരിക്കുന്ന ഓംകാര രൂപമായിരിക്കുന്ന അക്ഷരമായവൻ. ഓംകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനാണ്. ആ അക്ഷരമാണ് ഭഗവാൻ അല്ലെ, സ്റ്റാർട്ടിങ്, അതാണ് ഭഗവാൻ. ആ ഓംകാര പൂർണ്ണമായിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ നമ്മൾ സ്പഷ്ടാക്ഷര എന്ന് പറയുന്നത്. ഓം എന്ന അക്ഷരത്തിന്റെ മുഴുവൻ ആരാണ്? ഭഗവാനാണ്. അത് കംപ്ലീറ്റ് അടങ്ങിയിരിക്കുന്നത് ഭഗവാനിലാണ്. മന്ത്രഹ. മന്ത്രഹ, വേദമന്ത്ര സ്വരൂപനായതുകൊണ്ടാണ് ഭഗവാനെ മന്ത്രഹ എന്ന് വിളിക്കുന്നത്. വേദമന്ത്ര സ്വരൂപനാണ് ഭഗവാൻ. ഭഗവാൻ വേദവും മന്ത്രവുമാണ്. മനസ്സിലായി? മന്ത്രങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ സഹസ്രനാമം ഇത്രയും വൃത്തിയായിട്ട് പഠിക്കുന്നത് അല്ലെ. ഭഗവാന്റെ കാരുണ്യല്ലേ അത്. അപ്പൊ മന്ത്രങ്ങളെ കൊണ്ടാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. കൃഷ്ണായ വാസുദേവായ, എത്ര മന്ത്രങ്ങളുണ്ട് ഭഗവാന്റെ. എന്തെല്ലാം മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവരാണ് ആര്? ഭഗവാൻ. കൃഷ്ണ എന്ന് പറയുന്ന നാമം പോലും ഒരു മന്ത്രമാണ്. രാധ എന്ന് പറയുന്ന ആ നാമം പോലും ഒരു മന്ത്രമാണ്. ഹരേ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രമാണ്. ഭഗവാന്റെ നാമങ്ങളെല്ലാം മന്ത്രമാണ്. ഭഗവാന്റെ ലീലകളെല്ലാം മന്ത്രമാണ്. മന്ത്രം കൊണ്ട് അറിയപ്പെടുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ മന്ത്രഹ എന്ന് വിളിക്കുന്നത്. ചന്ദ്രാംശു. ചന്ദ്രാംശു. ചന്ദ്രാംശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചന്ദ്രകിരണങ്ങളെ പോലെയുള്ളവൻ. നിലാവിന്റെ ഭംഗി അത് വിവരിക്കാത്ത കവികൾ ആരും ഇല്ല, എഴുത്തുകാരും ഇല്ല അല്ലെ. അത്രയ്ക്ക് മനോഹാരിതയാണ് നിലാവിന്. ഒരു തണുപ്പാണ്, ഒരു തണുത്ത മട്ടാണ്. സൂര്യനെ ഉച്ചയ്ക്ക് നമുക്ക് ഇങ്ങനെ നോക്കാൻ പോയിട്ട് വെയിലത്ത് പോലും നിൽക്കാൻ പറ്റും. പക്ഷെ നിലാവെളിച്ചം എന്ന് പറയുമ്പോൾ അതിനൊരു വല്ലാത്ത ഭംഗിയാണ്. നിലാവെളിച്ചത്തെ വിവരിക്കാത്ത ഏത് കവി ഭാവനകളാണ് ഇല്ലാത്തത് അല്ലെ. എല്ലാവരും വിവരിച്ചിട്ടുണ്ട്. എല്ലാവരിലും നിലാവ്, അത് കാണുമ്പോഴേ ഒരു മനോഹാരിതയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, ചന്ദ്രകിരണങ്ങളെ പോലെയുള്ളവൻ, അല്ലെങ്കിൽ തപ്തരായവർക്ക് ആഹ്ലാദം കൊടുക്കുന്നവനാണ് ഭഗവാൻ. എല്ലാവർക്കും, അർഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്നവനാണ് ഭഗവാൻ. ഇന്ന് കണ്ടില്ലേ, ബിജി പ്രഭു ഒരു വലിയ പ്രതിസന്ധിയിൽ പെട്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അദ്ദേഹം ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് ഇട്ടത്. ഞാൻ പറഞ്ഞ വിഷമിക്കാതെ, നമുക്ക് നോക്കാം, സമാധാനമായിട്ടിരിക്കും. ഞാൻ നേരെ കിച്ചൂടിനെ കൊണ്ടുവന്ന് കാണിച്ചു. ഭഗവാനെ പാവാണ്, ഒരുപാട് കഷ്ടപ്പെടും, ഈ ഒരു വിഷമം അദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞ് ഭഗവാനോട് അദ്ദേഹത്തിന് ഭഗവാനോടുള്ള ഒരു ആത്മബന്ധമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അതിൽ ഞാനോ അല്ലേ നമ്മൾ ആരും അല്ല. ഭഗവാന് ബിജി പ്രഭു എന്ന് പറഞ്ഞപ്പോൾ ഒരു ആത്മബന്ധം. കാരണം അത്രയും ജന്മങ്ങൾ അദ്ദേഹം ഭഗവാനെ വിളിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഉടനടി, അദ്ദേഹത്തിന്റെ ആവശ്യം ഭഗവാൻ ഉടനടി തീർത്തു കൊടുക്കുകയാണ്. അപ്പൊ അത്രയും ആത്മബന്ധമുണ്ട് അദ്ദേഹവും ഭഗവാനും തമ്മിൽ. അപ്പൊ അങ്ങനെ അർഹരായവർക്ക് ഉടനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനാണ് ഭഗവാൻ. അർഹതയില്ലാത്തവർക്കോ, അർഹത ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ പരീക്ഷണങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ശിക്ഷകളിലൂടെ, അതും ഒരു സഹിക്കാൻ പറ്റാത്ത ശിക്ഷയൊന്നല്ല. നീ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താൽ ഇതിന്റെ പ്രശ്നം ഇതാണ്, ഇങ്ങനെ നമുക്ക് ഓരോ പാഠങ്ങളിലൂടെ ഭഗവാൻ അനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടുവരും. മനസ്സിലായി? അതുകൊണ്ട് ആരും ഭഗവാനെ നിന്ദിക്കാനും പാടില്ല, വെറുക്കാനും പാടില്ല. നമ്മളെ ഭഗവാൻ പഠിപ്പിച്ചു തരാൻ ഓരോ അനുഭവങ്ങളിലൂടെ. അതാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് അതൊന്ന് വായിച്ചു പോവാം. ഓജസ് തേജോ ദ്യുതിധര പ്രകാശാത്മാ പ്രതാപനഃ ഋത സ്പഷ്ടാക്ഷരോ മന്ത്രചന്ദ്രാംശുർ ഭാസ്കരദ്യുതി. ഇന്ന് ഗ്യാസ് ഓഫ് അല്ലേ?
അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓജസ്സും തേജസ്സുമുള്ള കാന്തിയോട് കൂടിയിരിക്കുന്ന, ഓജസ്സും തേജസ്സും നിറഞ്ഞ് കാന്തിയോട് കൂടിയിരിക്കുന്ന പ്രകാശരൂപമായ ആത്മാവോട് കൂടിയ ലോകത്തിന് ചൂടും തണുപ്പുമെല്ലാം അധികമായി നൽകുന്ന, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളതുപോലെ ലോകത്തിന് ചൂടും തണുപ്പുമെല്ലാം നൽകുന്ന, ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും പോലെയുള്ള കാര്യങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന, ഭഗവത് വാക്യമായിരിക്കുന്ന ഓംകാര രൂപം പൂർണ്ണമായിരിക്കുന്ന, വേദമന്ത്ര സ്വരൂപനായിരിക്കുന്ന, മന്ത്രങ്ങളാൽ അറിയപ്പെടുന്ന ചന്ദ്രകിരണങ്ങളെ പോലെയുള്ള സൂര്യ തേജസ്സോട് കൂടിയിരിക്കുന്ന ആ ഭാസ്കരദ്യുതി എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് അല്ലെ. ഭാസ്കരദ്യുതി എന്ന് പറഞ്ഞാൽ സൂര്യ തേജസ്സിനോട് സാമ്യമുള്ള, അല്ലെങ്കിൽ സൂര്യ തേജസ് ആയിരിക്കുന്ന, ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, ആ സൂര്യ തേജസ് ആയിരിക്കുന്ന ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 30ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി 31ാമത്തെ ശ്ലോകം. അമൃതാം ശൂദ്ഭവഃ, അമൃതാം ശൂദ്ഭവോ എന്ന് തന്നെ വായിച്ചോളൂ. അമൃതാം ശൂദ്ഭവോ ഭാനു ശശബിന്ദുഃ സുരേശ്വര. അമൃതാം ശൂദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വരഃ. ഔഷധം ജഗദ സേതുഃ. 2 കുത്ത് വരുമ്പോ ഹാ ചേർത്ത് വായിക്കണം. സേതുഃ സത്യധർമ്മ പരാക്രമഃ. അപ്പൊ ആ ശ്ലോകം വായിക്കുമ്പോ അമൃതാം ശൂദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വരഃ ഔഷധം ജഗദഃ സേതുഃ സത്യധർമ്മ പരാക്രമഃ. അമൃതാം ശൂദ്ഭവ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അമൃതിനു വേണ്ടിയിട്ട് പാലാഴി മതിച്ചപ്പോൾ ചന്ദ്രന്റെ ഉദ്ഭവത്തിന് സ്ഥാനമായവൻ. അമൃതിന് വേണ്ടിയിട്ട് അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞ് ദേവന്മാരും അസുരന്മാരും, ആ കഥയൊക്കെ നമുക്ക് ഇനിയും ഭാഗവതത്തിൽ പഠിക്കണം. അപ്പൊ അമൃതിന് വേണ്ടി പാലാഴി മതിച്ചപ്പോ ചന്ദ്രന്റെ ഉത്ഭവത്തിന് സ്ഥാനമായിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. ചന്ദ്രന്റെ ഉത്ഭവത്തിന് സ്ഥാനമായിരിക്കുന്ന ആ ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ അമൃതാം ശൂദ്ഭവഃ എന്ന് വിളിക്കുന്നത്. ഇനിയോ ഭാനുഹ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രകാശം കൊണ്ട് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നവൻ. ഭാനുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പ്രകാശം കൊണ്ട്, ഭഗവാന്റെ പ്രകാശം കൊണ്ട്, ഭഗവാന്റെ ആ തേജസ് കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവരാരോ അവരെയും ഭഗവാൻ പ്രകാശിപ്പിക്കും. ക്ലിയർ? ഇപ്പൊ നമ്മളിവിടെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ലൈറ്റ് ആണെങ്കിലും അപ്പുറത്തെ വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണമാണോ വിളിച്ചെത്തുന്നത് അല്ലെ? അതേപോലെ ഭഗവാനെ നമ്മൾ ഭജിച്ചാൽ ഭഗവാനെ കൊണ്ട് നമ്മളും എന്തായി? പ്രകാശപൂരിതമാകും. അതുകൊണ്ടാണ് ഭഗവാനെ ഭാനുഹ എന്ന് വിളിക്കുന്നത്. ശശബിന്ദുഹ എന്ന് പറഞ്ഞാൽ, ശശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുയൽ. ശശം എന്ന് പറഞ്ഞാൽ മുയൽ. മുയലിനെ പോലുള്ള, ബിന്ദു എന്ന് പറഞ്ഞാൽ അടയാളം, മുയലിനെ പോലുള്ള ബിന്ദുവുള്ള ചന്ദ്രനെ പോലെ പ്രജകളെ പോഷിപ്പിക്കുന്നവൻ, രസസ്വരൂപനായി ഔഷാദികളെ പോഷിപ്പിക്കുന്ന ചന്ദ്രസ്വരൂപി. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് എടുത്താൽ ഭഗവാനെ ആരൊക്കെയാണോ ആരാധിക്കുന്നത്, ആരൊക്കെയാണോ സ്മരിക്കുന്നത്, ആരൊക്കെയാണോ ഭഗവാനെ പൂജിപ്പിക്കുന്നത് അവരെല്ലാം ഭഗവാൻ ഉയർത്തും. അത്രയേ ഉള്ളൂ ആ വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഭഗവാനെ ആരൊക്കെ ഭജിച്ചാലും ആരൊക്കെ പൂജിച്ചാലും ആ പൂജിക്കുന്നവനെയും ഭജിക്കുന്നവനെയും ഭഗവാൻ ഉയർത്തും. ഒരു സംശയവും ഇല്ല, യാതൊരു സംശയമില്ല. എത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാൻ അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറ്റുന്ന അത്ര കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയാലും ദിവസങ്ങൾ നമ്മളിലൂടെ ഭഗവാൻ തള്ളി നീക്കി നമുക്കൊരു സമാധാനവും ശാന്തിയും നൽകും. സാരല്ലേ അമ്മേ? സുരേശ്വരഃ. സുരേശ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുരന്മാരുടെ ഈശ്വരൻ. സുരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ആൾക്കാർ, തെറ്റുകൾ ചെയ്യാത്തവരെന്ന് പറയാൻ പറ്റൂല, ഹൃദയത്തിൽ നന്മയുള്ളവരെയാണ് നമ്മൾ സുരൻ എന്ന് വിളിക്കുന്നത്. അല്ലാത്തവനെ അസുരൻ എന്നാ വിളിക്കുക. അപ്പൊ സുരന്മാരുടെ ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സുരേശ്വര എന്ന് വിളിക്കുന്നത്. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ? മരുന്നായിരിക്കുന്നവൻ. ഭഗവാൻ ധന്വന്തരി മൂർത്തി ആണെങ്കിൽ കൂടിയും ഏത് ഭാവത്തിൽ നമ്മൾ ഭഗവാനെ ആരാധിച്ചാലും അദ്ദേഹം നമുക്കൊരു ഔഷധമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം അത് ഭഗവാനാണ്. എന്ത് പ്രശ്നം ഏതവസ്ഥയിൽ വന്നാലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഹൃദയം തുറന്ന് വിളിച്ചാൽ അദ്ദേഹം നമുക്ക് സമീപസ്ഥനാണ്. ഒരിക്കലും അദ്ദേഹം കൈവിടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഔഷധം എന്നാണ് പറയുന്നത്. ഭഗവാൻ നമുക്ക് മരുന്നാണ്.
ജഗതഃ സേതുഃ ജഗതഃ സേതുഃ അമൃതാം ശൂദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വരഃ ഔഷധം ജഗതഃ സേതുഃ. ജഗതഃ സേതുഃ എന്ന് പറഞ്ഞാൽ സംസാരത്തെ തരണം ചെയ്യുന്നതിനുള്ള സേതു. സേതു എന്ന് പറഞ്ഞാൽ എന്താ? അണക്കെട്ട്, അല്ലെങ്കിൽ ഇത് പറയും സേതുബന്ധനം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു തടയിടാന്നൊക്കെ പറയില്ലേ, സേതു. ആ സേതു അണക്കെട്ടായിരിക്കുന്നവൻ, സംസാരത്തെ തരണം ചെയ്യണം. സംസാരം എന്ന് പറയുന്നത് എന്താ? നമ്മളെ വർത്തമാനാണോ? അല്ല. ഈ സംസാര സാഗരം, ഈ ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ അവസ്ഥ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് എന്തൊക്കെയൊക്കെയോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു. നമുക്ക് പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, മനോവ്യാധികളുണ്ട്, ദുഃഖങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് വേദനകളുണ്ട് നമ്മുടെ ഉള്ളിൽ. ചിലതൊക്കെ ആരോടെങ്കിലൊക്കെ പറയാം, ചിലതൊന്നും ആരോടും പറയാൻ പറ്റില്ല, ചിലതൊക്കെ നമ്മൾ കണ്ടാലും പ്രതികരിക്കാൻ പറ്റില്ല. നിശബ്ദമായി നമ്മൾ തന്നെ സ്വയം കരഞ്ഞു തീർക്കുന്ന അവസ്ഥകളുണ്ട്. ഇനി അസുഖം കൊണ്ടോ എല്ലാ കാരണങ്ങൾ കൊണ്ടും നമുക്ക് വേദനകളുണ്ട്. അങ്ങനെയുള്ള ഈ സംസാര ലോകത്തെ, ഈ കഷ്ടപ്പാട് നിറഞ്ഞ ഈ ലോകത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ആ ഒരു ലോകത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോകാനുള്ള, ആ ഒരു പ്രയാസങ്ങളെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തിയാണ് നമുക്ക് ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ ജഗതഃ സേതുഃ എന്ന് വിളിക്കുന്നത്. ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു ശക്തി. സത്യധർമ്മ പരാക്രമഃ. സത്യധർമ്മ പരാക്രമ എന്ന് പറഞ്ഞാൽ ആരുടെ ധർമ്മം, ജ്ഞാനം, പരാക്രമം എന്നിവ കൊണ്ട് സത്യമായിരിക്കുന്നു, അതാണ് ഭഗവാൻ. ആരാണോ ധർമ്മം ചെയ്യുന്നത്, ആരാണോ ജ്ഞാനം ചെയ്യുന്നത്, ആരാണോ ഭഗവാനിലേക്ക് അടുക്കാൻ അത്രയും മനസ്സുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത്, അവർക്ക്, ആ വ്യക്തികൾക്ക് സത്യമായിരിക്കുന്നത് എന്താണ്? ഭഗവാനാണ്. അങ്ങനെ ഭഗവാനുമായി അടുക്കാനും ഭഗവാനുമായി അടുപ്പിക്കാനും ശ്രമിക്കുന്നവരെ തകർക്കാൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല. ഒരാളെ കൊണ്ടും സാധിക്കില്ല. നമ്മൾ ഒരാൾ ഭഗവാനിലേക്ക് അടുക്കണം എന്ന് വിചാരിച്ചാൽ അത് ഭഗവാൻ അടുപ്പിക്കും. അത് ആര്, എങ്ങനെ, എവിടെ വന്നിട്ട് നമുക്ക് തടസ്സം നിന്നാലും അത് സാധിക്കില്ല. ഭഗവാനിലേക്ക് അടുപ്പിച്ചിരിക്കും. ആരുടെ കൂടെയാണോ ധർമ്മമുള്ളത്, ആ ധർമ്മമുള്ള വ്യക്തിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ്. സത്യം, ജ്ഞാനം, വൈരാഗ്യം, ഇതൊക്കെ ആരുടെ കൂടെയുണ്ടോ അത് അവരാണ് ഭഗവാൻ എന്ന് പറയും. മീൻസ് ആ ഒരു വികാരം ഭഗവാനാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭഗവാനെ സത്യധർമ്മ പരാക്രമഃ എന്ന് പറയുന്നത്. ആ ഒരു ശ്ലോകത്തിന്റെ മൊത്തം അർത്ഥം എടുത്തു കഴിഞ്ഞാൽ, അമൃതിനു വേണ്ടി പാലാഴി മതിച്ചപ്പോൾ ചന്ദ്രന്റെ ഉദ്ഭവത്തിന് സ്ഥാനമായിരിക്കുന്ന, സ്വന്തം പ്രകാശം കൊണ്ട് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്ന, ഇനി ചന്ദ്രനെ പോലെ പ്രജകളെയെല്ലാം പരിപോഷിപ്പിക്കുന്ന, ആരാണോ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് അവരെ എല്ലാം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന, നല്ലവരുടെ ഈശ്വരനായിരിക്കുന്ന, ഹൃദയത്തിൽ നന്മയും സ്നേഹവും സൂക്ഷിക്കുന്ന വ്യക്തികളുടെ ഈശ്വരനായിരിക്കുന്ന, ഈ ഏത് രോഗത്തിനും, അതായത് സംസാര രോഗത്തിന്, ഈ ഭൂമിയിലുള്ള ഏത് പ്രയാസങ്ങൾക്കും, നമുക്ക് ഏത് വേദനകൾക്കും മരുന്നായിരിക്കുന്ന, ഈ ലോകത്തിലെ ദുഃഖ ദുരിതങ്ങൾ മറികടക്കാൻ വേണ്ടി നമുക്കൊരു ശക്തിയായി കൂടെ നിൽക്കുന്ന, ആരാണോ ഭഗവാനിലേക്ക് അടുക്കാൻ സത്യവും നീതി ന്യായവും ധർമ്മവുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അവരുടെ ആ വികാരങ്ങളെല്ലാം ഭഗവാനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ഇതാണ് ആ വിഷ്ണു സഹസ്രനാമത്തിലെ നമ്മുടെ 30ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ല 31ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ 32ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഭൂതഭവ്യ ഭവന്നാദഃ, ഭൂതഭവ്യ ഭവന്നാദഃ, പവനഃ പവനോ അനലഃ. ഈ എഫ് പോലെ എഴുതി കഴിഞ്ഞാൽ അത് ആ എന്ന് ചേർത്ത് വായിക്കണം കേട്ടോ. അപ്പൊ ഭൂതഭവ്യ ഭവന്നാദഃ പവനഃ പവനോ അനലഃ, അതാണ് ആദ്യത്തെ ലൈൻ. ഇനി രണ്ടാമത്തെ ലൈൻ, കാമഃ കാമകൃത് കാന്തഃ, കാമഃ കാമകൃത് കാന്തഃ കാമഃ, കാമകൃത് കാന്തഃ കാമഃ, കാമപ്രദഃ പ്രഭുഃ, പ്രഭുഃ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂതഭവ്യ ഭവനാഥ, ഭൂതഭവ്യ ഭവനാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളിൽ
കഴിഞ്ഞു പോയ കാലമാവട്ടെ, ഇന്നാവട്ടെ, നാളെ ആവട്ടെ, ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ആ ജീവികളുടെ നാഥൻ ആരാണ്? ഭഗവാനാണ് അല്ലെ. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, നാളെ ഉണ്ടോന്ന് നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് ഭഗവാൻ തീരുമാനിക്കും. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് മോക്ഷം ലഭിച്ചു പോകും. ചീത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. അപ്പോ ഇന്നലെയും ഇന്നിന്റെയും നാളെയും ജീവിക്കുന്ന അവസ്ഥകളിലെ എല്ലാ ജീവജാലങ്ങളുടെയും നാഥനായിരിക്കുന്ന, ഈ കാലങ്ങളുടെ എല്ലാം നാഥനായിരിക്കുന്നവനെയാണ് നമ്മൾ ഭൂത ഭവ്യ ഭവന്നാഥ എന്ന് പറയുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം, ഇതിന്റെ എല്ലാം നാഥൻ ആരാണ്? ഭഗവാനാണ്. ശാസനാകർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം. തെറ്റുകൾ തിരുത്താനും നന്മ തരുമ്പോൾ അത് ആ നന്മയാണെന്ന് പറഞ്ഞ് അത് നമ്മൾക്ക് സന്തോഷം നൽകാനും അത് അംഗീകരിക്കപ്പെടുത്താനും അതുപോലെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങൾ നൽകാനും എല്ലാ രീതിയിലും ഭഗവാൻ നമ്മളുടെ കൂടെയുണ്ട്. അപ്പൊ ഇന്നലെയുടെയും ഇന്നിന്റെയും നാളെയുടെയും നാഥനായിരിക്കുന്ന ആ ഭഗവാനെ ഭൂത ഭവ്യ ഭവനാഥ എന്ന് വിളിക്കുന്നു. ഇനി പവനഹ. പവനഹ എന്ന് പറഞ്ഞാൽ പവിത്രമാക്കുന്നവൻ. എല്ലാം പവിത്രമാക്കുന്നത് ആരാണ്? ഭഗവാനാണ്. മനസ്സിലായി? എല്ലാം പവിത്രമാക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ പവനഹ എന്ന് വിളിക്കുന്നത്. പാവനഹ. പവനഹ കഴിഞ്ഞാൽ പാവനഹ. പാവനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിപ്പിക്കുന്നവൻ. വായു ആരെ പേടിച്ച് ചലിക്കുന്നുവോ അവൻ. കാറ്റടിക്കുന്നുണ്ട്, കാലചക്രം തിരിയുന്നുണ്ട്, സൂര്യൻ കൃത്യം 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് തന്നെ വരുന്നുണ്ട്. ഇനി 6:20 എന്ന് പറഞ്ഞാൽ 6:20. സൂര്യൻ വന്നിട്ട് പറയും അയ്യോ 6:21 ഇപ്പൊ ഞാൻ കുറച്ച് ലേറ്റായി അമേരിക്കയിൽ നിന്ന് വരാൻ എന്ന് പറയില്ലല്ലോ. 6:20 എന്ന് പറഞ്ഞാൽ 6:20. നമ്മളാണ് എക്സ്ക്യൂസ് പറയുന്നത്. പക്ഷെ ഭഗവാനെ പേടിച്ച് കാലചക്രം കൃത്യമായി തിരികെയാണ്. ചന്ദ്രോദയം എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രോദയമാണ്, ഒരു മാറ്റവും ഇല്ല. ഇന്ന് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണമാണ്. ഇന്ന് വേണ്ട, അടുത്ത ആഴ്ച നോക്കാം എന്നാരും പറയാറില്ല. അപ്പം ഭഗവാനെ പേടിച്ച് ഈ പ്രകൃതി മുഴുവൻ കൃത്യത പാലിക്കുന്നു. പക്ഷെ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരോ ഭയങ്കര കൃത്യതയില്ലാതെ ജീവിച്ചു പോകുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് പാവനഹ, ഈ കാലചക്രത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നവൻ ആരോ അവനെയാണ് നമ്മൾ പാവനഹ എന്ന് വിളിക്കുന്നത്. ഇനി അനലഹ. അനലഹ എന്ന് പറഞ്ഞാലോ അനങ്ങളെ. അനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണങ്ങളെ. ആത്മഭാവത്തിൽ ഗ്രഹിക്കുന്നവനായിരിക്കുന്ന ജീവനായിരിക്കുന്നവൻ. അതായത് എല്ലാ ജീവാത്മാക്കളും ആരിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമസ്ത ജീവാത്മാക്കളും ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ ഉണ്ടെങ്കിൽ ആ പരമാത്മാവിന്റെ രൂപത്തിൽ നമ്മളുടെ ഉള്ളിലൊക്കെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ജീവൻ തുടിക്കുന്നത് അല്ലെ. ആത്മാവ് മാത്രമായിട്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ആത്മാവും പരമാത്മാവും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പരമാത്മാവായിരിക്കുന്ന ഈശ്വരൻ നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ ആത്മാവും നമ്മളെ വിട്ടുപോകും. അതോടുകൂടി എന്തായി? ശിവമില്ലാത്തത് ശവമായി മാറി. നമ്മൾ ഒരു ശവമായി മാറി, നമ്മൾ മരിച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പരമാത്മാവും ആത്മാവും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ശിവമില്ല, ശവമായി. ക്ലിയർ? അപ്പോ ആ ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യ സ്വരൂപനായിട്ട് നമ്മൾക്ക് ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അന്തമില്ലാത്തവൻ അനലഹ, അതായത് അന്തമില്ലാത്തവൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്താണ് തുടക്കം അവസാനം അറിയോ ഭഗവാന്റെ? അതും അറിയില്ല. അപ്പൊ എല്ലാ പ്രാണങ്ങളെയും ആത്മാവായിരിക്കുന്ന, എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായിരിക്കുന്ന, അന്തമില്ലാത്ത, ആദിയും അന്തവും ഇല്ല, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനാണ് ഭഗവാൻ. കാമഹ. കാമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളെയും ഹനിക്കുന്നവൻ. നമ്മൾ എന്ത് ആഗ്രഹം വെച്ച് ഭഗവാനോട് അടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഭഗവാൻ ഇല്ലാതെയാക്കും. കാരണം എന്താ? ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഈ ലോകത്തെ നമ്മളെ തളിച്ചിടുന്ന, ഇവിടെ വീണ്ടും പിടിച്ചു നിർത്തുന്ന ഒരു വികാരമാണ് ആഗ്രഹങ്ങൾ. നമുക്ക് ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളുമില്ല, അത്യാവശ്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഭഗവാനോട് നമുക്ക് പറയാം, കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്കിങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ട്, അങ്ങേക്ക് അത് സ്വീകാര്യമാണെങ്കിൽ അങ്ങ് നടത്തി തരാം. ആഗ്രഹങ്ങളുമായിട്ട് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കണ്ട. എന്തിനാണ്? എത്ര കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ പോണോ അറിയില്ല. ഒരു സുനാമി, ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ, ഒരു പ്രളയം വന്നാൽ തീരുന്ന കാര്യമേ ഉള്ളൂ ഈ ഭൂമി എന്ന് പറയുന്നത്. അവിടെ ഒന്നും നമ്മളുടേതെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരാഗ്രഹങ്ങളും ഇല്ലാതെ നമുക്ക് മുമ്പേ ജീവിച്ചു പോയ കുറേ മഹത് വ്യക്തിത്വങ്ങളുണ്ട്. പൂന്താനം തിരുമേനിയെ പോലെയുള്ളവര് അല്ലെ, കൂറൂരമ്മയെ പോലെയുള്ളവർ, അവരെയൊക്കെ ഇന്നും 500 1000 വർഷം കഴിഞ്ഞ് നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ആഗ്രഹങ്ങളില്ലാതെ ഗുരുവായൂരപ്പ എന്ന നാമം മാത്രം ചൊല്ലി ജീവിച്ചവരാണവര്. അവരുടെ ഭക്തിയാണ് നമ്മൾക്ക് പ്രചോദനമായി മാറേണ്ടത്. അപ്പൊ ആഗ്രഹങ്ങളില്ലാതെ നമ്മൾ ഭഗവാനിനോട് അടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്ന എല്ലാ ഭക്തർക്കും മോക്ഷം നൽകുന്നവനാണ് കാമഹ എന്ന് പറയുന്നത്. ഇനി കാമകൃത് എന്ന് പറയുന്നുണ്ട്. കാമഹ, കാമകൃത് എന്നാണ് ഭഗവാനെ പറയുന്നത്. അപ്പൊ ഈ കാമകൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുകയും ചെയ്യും. നമ്മൾക്ക് അത്യാവശ്യം എന്ന് പറയും അല്ലെ. അത്യാവശ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ എത്ര ആഗ്രഹങ്ങളില്ലാന്ന് പറയില്ല, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ തങ്ങിക്കിടക്കും ഒരു ചെറിയ കാര്യങ്ങൾ ആവശ്യം. അപ്പൊ നമ്മള്
ഭഗവാനെ എനിക്കത് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യമുണ്ട് എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ അത്യാവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനും ഭഗവാനാണ്. ചോദിക്കാതെ ഭഗവാന് തരാൻ പറയും. ഇപ്പൊ നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമുക്ക് വിശക്കുന്നുണ്ട് എന്ന് നമ്മൾ വാ തുറന്ന് പറയോ അമ്മയോടോ അച്ഛനോടോ? ഇല്ല, നമുക്ക് സംസാരിക്കാൻ അറിയില്ല അല്ലെ? പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ, അമ്മയ്ക്കും അച്ഛനും അറിയാം നമുക്ക് വിശക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തോ സങ്കടം ഉണ്ട്. ഇനി നമ്മൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ചെവി വേദന വരും, വയറുവേദന വരും, അല്ലെ? പക്ഷെ നമ്മൾക്ക് പറയാൻ അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു, സംസാരിക്കാൻ അറിയാത്തൊരു കാലം. പക്ഷെ പിന്നെ എങ്ങനെ അവർ മനസ്സിലാക്കി നമുക്ക് ചെവിയിൽ നിന്നാണ് വേദന, അല്ലെ വയറിൽ നിന്നാണ് വേദന? അതൊരു നിശബ്ദമായ ബന്ധമാണ്. നമ്മുടെ അച്ഛനമ്മമാര് മക്കളോട് സൂക്ഷിക്കുന്ന നിശബ്ദമായ ഒരു ബന്ധം. അപ്പൊ അതിനേക്കാൾ ഉപരി ബന്ധം ഭഗവാൻ നമ്മളോട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നും പറയാതെ എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. അപ്പൊ നമ്മുടെ എല്ലാ സാത്വികമായിരിക്കുന്ന ഭക്തന്മാരുടെ ആഗ്രഹങ്ങളും ഭഗവാൻ നിഷ്പ്രയാസം സാധിപ്പിച്ചു തരും. അതിന് ഒരു ആവശ്യമില്ല. 100 നേരം ഭഗവാനോട് പറയണ്ടെന്നാ പറയുന്നത്. ഇനി കാന്തഹ എന്ന് പറഞ്ഞാൽ അത്യധികം സൗന്ദര്യമുള്ളവൻ, കാന്തിയുള്ളവൻ, അതാണ് ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ ആ ഒരു ഭംഗി നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. എന്തുമാത്രം കാന്തി ഉണ്ടെന്ന് ചോദിച്ചാൽ വാക്കുകൾ മതിയാവില്ല വർണ്ണിക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കാന്തഹ എന്ന് വിളിക്കുന്നു. ഇനി കാമഹ എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥത്തെ ആഗ്രഹിക്കുന്നവരാൽ കാമിക്കപ്പെടുന്നവൻ. ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ആ എന്ന് പറഞ്ഞാൽ വിഷ്ണു, മ എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ. കാമഹ എന്നിവരുടെ സ്വരൂപത്തിലിരിക്കുന്നവൻ. 3 ത്രിമൂർത്തികളുടെയും സ്വരൂപത്തിലിരിക്കുകയാണ് ഭഗവാൻ. ക എന്നാൽ ബ്രഹ്മാവ്, മ എന്നാൽ ആ എന്നാൽ വിഷ്ണു, മ എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ. അങ്ങനെ ത്രിമൂർത്തികളുടെ ആ ഒരു സംഗമമാണ് ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാമഹ എന്ന് വിളിക്കും. അപ്പൊ ഈ ഒരു ഇനി എന്താ? കാമപ്രദഹ. അടുത്തത് കാമപ്രദഹ, ഭക്തന്മാർക്ക് കാമങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ. കാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഭൗതികമായ കാമമല്ലാട്ടോ. നമ്മുടെ എല്ലാവിധ ഭഗവാനോടുള്ള ആ ഒരു എന്താ പറയാ, ഭഗവാന്റെ ലോകത്തുള്ള നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ഭഗവാനെ സേവിക്കണം, ഭക്തന്മാരെ സേവിക്കണം, നല്ല മോക്ഷത്തിൽ സ്വസ്ഥമായി ജീവിക്കണം. അതായത് ഭൗതിക ആഗ്രഹങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ആത്മീയ ലോകത്തോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അത് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭക്തി നൽകുന്ന, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നിറവേറി കൊടുക്കുന്നവനെയാണ് നമ്മൾ കാമപ്രദഹ എന്ന് വിളിക്കുന്നത്. ഇനിയോ പ്രഭുഹ. അടുത്ത ലൈൻ പ്രഭുഹ. പ്രകർഷണേന സർവാതിശായിയായി ഭവിക്കുന്ന. പ്രകർഷണേന ഭഗവാൻ എപ്പോഴും ഇങ്ങനെ സർവ്വതിലും ശയിക്കുകയാണ്. എല്ലാത്തിലും ഭഗവാൻ അങ്ങനെ ശയിച്ചിരിക്കുകയാണ് നിശബ്ദമായിട്ട്. നമ്മളിങ്ങനെ ചോദിക്കും, പ്രശ്നങ്ങൾ തീരാതാകുമ്പോൾ, ഈ ഭഗവാൻ എൻ്റെ വിളി കേൾക്കുന്നില്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കും, ഞാൻ എത്ര പൂജ ചെയ്തു, എത്ര വഴിപാട് ചെയ്തു, കേൾക്കുന്നില്ല? ഇതിനെല്ലാം ഉത്തരം കിട്ടും ഭഗവാനോട്. ഭഗവാൻ അറിയാം നിശബ്ദമായി അദ്ദേഹം ശയിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം എന്ത്, എപ്പോ, എവിടെ, എങ്ങനെ, ആർക്ക് കൊടുക്കണം. അത് കൃത്യമായി കൊടുക്കും. ആരോടും ഭഗവാൻ ഒരു വലിപ്പ ചെറുപ്പമില്ല. എല്ലാരും ഭഗവാന് തുല്യരാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടികളെയെല്ലാം അദ്ദേഹം ഒരേ രൂപത്തിലാണ് കാണുന്നത്. അധർമ്മം മാത്രം പ്രവർത്തിക്കേണ്ട, അധർമ്മം പ്രവർത്തിച്ച അദ്ദേഹം കൂടെ നിൽക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു വാക്ക് നോക്കുക. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും നാഥനായിരിക്കുന്ന, എല്ലാത്തിനെയും പവിത്രമാക്കുന്ന, ഈ കാലചക്രത്തെ പോലും കൃത്യമായി നിലനിർത്തുന്ന, എല്ലാ പ്രാണികളിലും ആദിയും അന്തവുമില്ലാതെ കുടികൊള്ളുന്ന, എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് സാത്വികരായിരിക്കുന്ന, നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഭക്തരുടെ ആഗ്രഹങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്ന, അത്യന്തം സൗന്ദര്യമുള്ള, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെയും അധികാരിയായിരിക്കുന്ന ആ സ്വരൂപത്തിനേക്കാളും എന്നിവരുടെ സ്വരൂപത്തിലിരിക്കുന്ന, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെയും സ്വരൂപത്തിലിരിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ മോക്ഷങ്ങളെയും നൽകുന്ന, എല്ലാത്തിലും ഭഗവാൻ ശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. അതാണ് ആ 32ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനിയോ 33ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാധികൃത്. 33ാമത്തെ ശ്ലോകം യുഗാധികൃത്. പിന്നെയോ യുഗാവർത്ത. ഘാവർത്ത. അത് ഒരു ലൈനല്ല, 2 വാക്യമായിട്ട് എടുത്ത് നമുക്ക് പഠിക്കാം. 2 വാക്കുകളായി പിരിക്കുമ്പോൾ യുഗാധികൃത് എന്നൊരു വാക്ക്, പിന്നെ യുഗാവർത്ത എന്നൊരു വാക്ക്. പക്ഷെ വായിക്കുമ്പോഴോ
യുഗാദി കൃത്യുഗാവർത്തോ എന്നാണ് വായിക്കുക. യുഗാദി കൃത്യുഗാവർത്തോ നൈഗമായോ മഹാശനഃ. നൈഗമായോ മഹാശനഃ. യുഗാദി കൃത്യുഗാവർത്തോ. യുഗാദി യുഗാദി കൃത്യുഗാവർത്തോ. ഘാവർത്തോ ഘാ അത് ബുക്ക് കയ്യിലുണ്ടല്ലോ. അപ്പൊ ഒറ്റ വാക്കിൽ വായിക്കുമ്പോ യുഗാദി കൃത്യുഗാവർത്തോ. യുഗാദി കൃത്യുഗാവർത്തോ നൈഗമായോ മഹാശനഃ. അദൃശ്യോ വ്യക്തരൂപശ്ച. അദൃശ്യോ വ്യക്തരൂപശ്ച. സഹസ്രജിത്. പിന്നെ അടുത്ത വാക്ക് വായിക്കുമ്പോ അനന്തജിത്ത്. അങ്ങനെ രണ്ട് വാക്കാണ്. സഹസ്രജിത്ത്, അനന്തജിത്ത്. ഇത് കൂട്ടി വായിക്കുമ്പോ സഹസ്രജിത്തനന്തജിത്ത്. സഹസ്രജിത്തനന്തജിത്ത്. ഓക്കെ, രണ്ട് വാക്കെടുക്കുമ്പോ സഹസ്രജിത്തും അനന്തജിത്തും. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോ സഹസ്രജിത്തനന്തജിത്ത്. ഓക്കെ, അപ്പൊ ആ ലൈൻ ഒന്ന് നമുക്ക് ഒരുമിച്ച് വായിച്ചു പോവാം. യുഗാദി കൃത്യുഗാവർത്തോ. യുഗാദി കൃത്യുഗാവർത്തോ നൈഗമായോ മഹാശനഃ. അദൃശ്യോ വ്യക്തരൂപശ്ച. സഹസ്രജിത്തനന്തജിത്ത്. കിട്ടിയോ വായിക്കാൻ? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാദി കൃത്ത് എന്ന് പറഞ്ഞാൽ യുഗം മുതലായ കാലഭേദത്തിന്റെ കർത്താവ്. എത്രയോ യുഗങ്ങളുടെ ഓണറാണെന്ന് വേണേ പറയാം. കർത്താവാണ് ആര്? ഭഗവാൻ. യുഗാദികളുടെ ആരംഭം ചെയ്യുന്നവൻ. എത്രയോ യുഗങ്ങൾ അല്ലേ? 4 യുഗങ്ങൾ നമുക്കറിയാം. അങ്ങനെയുള്ള എത്ര കോടി യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ യുഗത്തിന്റെയും ആരംഭം, തുടക്കമാരാ ചെയ്യുന്നത്? ഭഗവാൻ. ഇനി യുഗാവർത്ത. യുഗാവർത്ത എന്ന എന്താണ്? കാലസ്വരൂപനായിട്ട് കൃതയുഗം മുതലുള്ള, കൃതയുഗം എന്ന് പറഞ്ഞാൽ സത്യയുഗം കേട്ടോ, അങ്ങനെയുള്ള യുഗത്തെ എന്താണ് പ്രവർത്തിപ്പിക്കുന്നവൻ ഭഗവാനാണ്. അങ്ങനെയുള്ള എല്ലാ യുഗത്തെയും പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ യുഗാവർത്ത എന്ന് പറയുന്നത്. നൈഗമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം മായകളെ പരിധരിക്കുന്നവൻ. ഒന്നിലധികം മായകളെ ധരിക്കുന്നവൻ. എത്ര മായ ലീല കാണിക്കണമെങ്കിലും ഭഗവാൻ റെഡിയാണ്. ഒന്നിലധികം മായകളെ ധരിക്കുന്നവനാണ് ഭഗവാൻ. ഒന്നിലധികം മായകളെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? മായകൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെയോ മഹാശനഃ എല്ലാം ഭക്ഷിക്കുന്നവൻ. കൽപ്പാന്തത്തിൽ എല്ലാം ഭഗവാൻ ഭക്ഷിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൽപ്പാന്ത കാലം തൊട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലേ, കൽപ്പാന്തത്തിൽ എല്ലാം ഭക്ഷിക്കും ഭഗവാൻ. ഈ 4 യുഗങ്ങളും പ്രളയം വന്ന് ഈ 4 യുഗങ്ങളും അവസാനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സമസ്തവും ഭഗവാൻ എടുത്ത് ഭഗവാന്റെ ഉള്ളിലേക്ക്, ഓൾറെഡി ഭഗവാന്റെ ഉള്ളിലാണ് എങ്കിലും ഭഗവാൻ എല്ലാം അദ്ദേഹത്തിലേക്ക് തന്നെ സ്വീകരിക്കും. അങ്ങനെ എല്ലാം ഭക്ഷിക്കുന്നവനെയാണ് മഹാശനഃ എന്ന് പറയുന്നത്. ഇനി അദൃശ്യഃ ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാത്തവൻ. അദൃശ്യഃ ഭഗവാൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം ഇതൊന്നും ഭഗവാൻ ഒരു മാറ്ററേ അല്ല. ഭഗവാൻ ഒന്നും മാറ്റർ അല്ല. എല്ലാം ഭഗവാന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഭൗതികമായി ഭഗവാൻ ഒരു ബന്ധവും ഇല്ലാതെ, എന്നാൽ എല്ലാത്തിലും ഭഗവാൻ കുടികൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ അദൃശ്യഃ എന്ന് പറയുന്നത്. വ്യക്തരൂപശ്ച. വ്യക്തരൂപഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ഥൂല രൂപത്തിൽ വ്യക്തമായ സ്വരൂപമുള്ളവൻ, അല്ലെങ്കിൽ സ്വയം പ്രകാശമാകനയാൽ യോഗികൾക്ക് വ്യക്തമായ സ്വരൂപമുള്ളവൻ. ഭഗവാൻ സ്ഥൂല രൂപത്തിലാണ്, എന്നാൽ സൂക്ഷ്മ രൂപത്തിലുമാണ്. നമുക്ക് കാണാനും പറ്റും, കാണാതിരിക്കാനും പറ്റും. മനസ്സിലായോ? അങ്ങനെ സ്ഥൂല രൂപത്തിൽ വ്യക്തമായ രൂപം ഭഗവാനുണ്ട്. കാണാൻ പറ്റുന്ന രൂപം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ പറ്റും. എന്നാൽ കാണാൻ പറ്റാത്ത രൂപത്തിൽ അദൃശ്യനായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭഗവാൻ എന്താ ചെയ്യുക? അദൃശ്യനായി വന്ന് സഹായിക്കും. ഇനി മറ്റേതെങ്കിലും രൂപത്തിൽ വന്നും ഭഗവാൻ സഹായിക്കും. അതുകൊണ്ട് വ്യക്തരൂപശ്ച, വ്യക്തമായ രൂപത്തോടു കൂടിയിരിക്കുന്ന സഹസ്രജിത്ത്. ഒരു മിനിറ്റ്, എന്താണ് സഹസ്രജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
അനേകായിരം ദേവശത്രുക്കളെ ജയിക്കുന്നവൻ, അനേകായിരം ദേവശത്രുക്കളെ, ദേവന്മാരുടെ ശത്രുക്കൾ അസുരന്മാരെ ജയിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ സഹസ്രജിത്ത് എന്ന് പറയുന്നത്. ഇനി അനന്തജിത്ത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? എല്ലാ ഭൂതങ്ങളെയും ജയിക്കുന്നവൻ. എല്ലാത്തിനെയും ജയിക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനെ സാധിക്കൂ. ആരാലും ഗുരുവായൂരപ്പൻ തോൽക്കില്ല. ഏറ്റവും ശക്തിയുള്ള, എല്ലാത്തിനും ആദികാരണമായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്ന ഈ സൂര്യദേവൻ പോലും കൃത്യമായി ഉദയവും ചന്ദ്രനും എല്ലാം ഉദിക്കുന്നതും ഗ്രഹങ്ങളെല്ലാം ചലിക്കുന്നതും കാലങ്ങളെല്ലാം കൃത്യമായി വരുന്നതും എല്ലാത്തിനും ഈ കാലചക്രത്തിന് തന്നെ ഭയപ്പെട്ടുകൊണ്ട്, കാലചക്രം ഭയപ്പെട്ടുകൊണ്ട് എല്ലാം പ്രകൃതി മുഴുവൻ ആർക്കാണ് അനുസരിക്കുന്നത്? ഭഗവാനാണ് അനുസരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഭൂതങ്ങളെയും ജയിക്കുന്നവനെയാണ് അനന്തജിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ 33ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ യുഗാദികൃത്യുഗാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപച്ച സഹസ്രജിത്തനന്തജിത്ത്. അതായത് യുഗം മുതലുള്ള കാലം, എല്ലാ യുഗങ്ങളുടെയും കാലത്തിൻ്റെയും ആരംഭത്തെ, തുടക്കത്തെ ചെയ്യുന്ന, കാലസ്വരൂപമായിരിക്കുന്ന, കൃതയുഗം മുതൽ സത്യയുഗം മുതൽ എല്ലാ യുഗങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന, ഒരുപാട് മായകൾ കാണിക്കുന്ന, 4 യുഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, 4 യുഗങ്ങളും കഴിഞ്ഞാൽ വീണ്ടും പ്രളയം വരും അല്ലെ? ആ പ്രളയത്തിൽ എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഒരു നിശബ്ദമോ, വീണ്ടും ഭഗവാൻ സത്യയുഗം മുതൽ 4 യുഗം ആരംഭിക്കും. അങ്ങനെ വീണ്ടും ആ 4 യുഗം കഴിയുമ്പോൾ ഭഗവാൻ പ്രളയം കൊണ്ട്, ജലം കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയ്ക്കും. ഈ ലോകം ഭഗവാൻ നശിപ്പിക്കും. വീണ്ടും ഭഗവാൻ 4 യുഗം കൊണ്ടുവരും. അങ്ങനെ ആ കൽപ്പാന്തത്തിൽ എല്ലാം ഈ 4 യുഗങ്ങളും, ഇതിപ്പോ അവസാനത്തെ യുഗമാണ്, കലിയുഗം. അപ്പൊ ഈ 4 യുഗങ്ങൾ കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ പ്രളയത്തിലായി പോകും. അപ്പോൾ ആ സമയം സമസ്ത ജീവജാലങ്ങളെയും ഒരു നിദ്രാരൂപേണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് എടുക്കും. അതുകൊണ്ടാണ് എല്ലാം ഭക്ഷിക്കുന്നവനായിരിക്കുന്ന, ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാതിരിക്കുന്ന, വ്യക്തമായ രൂപത്തോടു കൂടിയിരിക്കുന്ന, സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും ഇരിക്കുന്ന, വ്യക്തികൾക്ക് കാണാനും പറ്റും എന്നാൽ അദൃശ്യനായി നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന, അനേകായിരം അസുരന്മാരെ ജയിക്കുന്ന, എല്ലാ ഭൂതങ്ങളെയും ജയിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അതാണ് നമ്മളുടെ 33ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി 34ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ വായിക്കാൻ പഠിച്ചോളൂ. ഇഷ്ടോ വിശിഷ്ടഃ, ഇഷ്ടോ വിശിഷ്ടഃ ശിഷ്ടേഷ്ട ശിഖണ്ഡി, ഇഷ്ടോ വിശിഷ്ടഃ, ഇഷ്ടോ വിശിഷ്ടഃ ശിഷ്ടേഷ്ട ശിഖണ്ഡി, ശിഷ്ടേഷ്ട ശിഖണ്ഡി നഹുഷോ വൃഷഃ, നഹുഷോ വൃഷഃ ക്രോധഃ, ക്രോധഃ, ക്രോധഃ ക്രോധകൃത് കർത്ത, ക്രോധകൃത് കർത്ത വിശ്വബാഹൂർ മഹീധര, വിശ്വബാഹൂർ. മാതാജി സംശയം ചോദിച്ചോട്ടെ, ഈ യുഗങ്ങളിലൊക്കെ ഈ അവതാരങ്ങൾ തന്നെ ആയിരിക്കും ആവർത്തിക്കുന്നത്? ഭഗവാൻ ഏത് അവതാരം എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ശ്രീമദ് ഭാഗവതം പഠിച്ചാൽ നമുക്ക് പൂർണ്ണമായ അറിവ് കിട്ടുമെന്ന് വെച്ചാൽ അതും കിട്ടില്ല. ഏത് സമയത്തും എന്ത് അവതാരവും ധർമ്മം സംരക്ഷിക്കാൻ ഭഗവാൻ എടുക്കും. അത് ഏത് രൂപത്തിൽ വരും, എങ്ങനെ വരും എന്നറിയില്ല. അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഉചിതമായ കാലത്ത്, ഉചിതമായ നേരത്ത്, ഉചിതമായ അവതാരം ഭഗവാൻ എടുക്കും. ഓക്കെ, ഭഗവാൻ എടുത്തിരിക്കുന്ന അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, പക്ഷെ അദ്ദേഹം കാലത്തിനനുസരിച്ച്, അവസ്ഥയ്ക്കനുസരിച്ച് എത്ര അവതാരങ്ങൾ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും എടുക്കും. അപ്പൊ ക്രോധഹോ ക്രോധകൃത് കർത്ത വിശ്വബാഹൂർ മഹീധര, അതാണ് നമ്മുടെ 34ാമത്തെ ശ്ലോകം. ഓക്കെ, 34ാമത്തെ ശ്ലോകത്തിൽ ഇഷ്ടോ എന്ന് പറയുന്നുണ്ട്. ഇഷ്ടോ വിശിഷ്ട. ആ ഇഷ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവൻ, ഇഷ്ടൻ, അല്ലെങ്കിൽ യജ്ഞരൂപത്തിൽ പൂജിക്കപ്പെടുന്നവൻ. അതാണ് ഭഗവാൻ. പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന, എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന, എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവനതുകൊണ്ടാണ് ഭഗവാനെ ഇഷ്ടോ എന്ന് വിളിക്കുന്നത്. യജ്ഞരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, നമ്മൾ എന്ത് പൂജകൾ, വഴിപാടുകൾ എവിടെ എങ്ങനെ ചെയ്താലും അത് സ്വീകരിക്കുന്നത് ഭഗവാനാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെയല്ലേ ചെയ്ത്, ഇവിടെയല്ലേ ചെയ്ത്, അത് ഭഗവാനാണ് സ്വീകരിക്കുന്നത്. പരമാധികാരം ആർക്കാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ പരമദിവ്യോത്തമ പുരുഷ എന്ന് വിളിക്കുന്നത്, അഖില കോടി ബ്രഹ്മാണ്ഡ നായക എന്ന് വിളിക്കുന്നത്. അഖില കോടി ബ്രഹ്മാണ്ടങ്ങൾക്കും എത്രയോ കോടിക്കണക്കിന് ലോകങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഭൂമി മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ?
അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും നായകനാണ് ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അഖില കോടി ബ്രഹ്മാണ്ട നായക എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ഭഗവാനെ ഇഷ്ടമാണ്, ഇഷ്ടമല്ലാന്ന് ആരും പറയില്ല. ഇനി എന്താ? അവിഷ്ടഹ, ഇഷ്ടോ വിശിഷ്ടഹ. വിശിഷ്ടഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരുടെയും അന്തർഭാഗത്ത് വർത്തിക്കുന്നവൻ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെ ഉള്ളിലും നമ്മൾ എന്താ പറയാ? നമ്മൾ എന്ന് പറയും. പഴയ ആളുകൾ സംസാരിക്കുമ്പം ഞാൻ 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 എന്ന് പറയാറുള്ളത് നാം, നമുക്ക്, നമ്മുടെ, നമ്മളുടെ, നമ്മൾ എന്ന് പറയുന്ന വാക്കാണ്. ഇതിൽ നിന്ന് മാറി എപ്പോ ഞാൻ എന്ന വാക്കിൽ വന്നോ അതോടുകൂടി കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയായി, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന അവസ്ഥയിലേക്ക് വന്നു. അത് മാറ്റിയിട്ട് നമ്മൾ, നമുക്ക്, നമ്മുടെ എന്ന് പറഞ്ഞു നോക്ക്. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാവും. ശാന്തിയും സമാധാനവും എവിടെയുണ്ടോ അവിടെ ഈശ്വരൻ ഉണ്ടെന്നാ പറയുന്നത്. മനസ്സിലായി? ആ ലക്ഷ്മി ഇല്ല, ആ ലക്ഷ്മി ഇല്ല. നമുക്ക് അലക്ഷ്മി വേണ്ട, നമുക്ക് ലക്ഷ്മി മതി. ലക്ഷ്മി എവിടെയാ വസിക്കുന്നത്? സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഹൃദയത്തിൽ അല്ലേ? അതുകൊണ്ടാണല്ലേ നമ്മൾ വെങ്കിടാചലപതിയെ ശ്രീനിവാസ എന്ന് വിളിക്കുന്നത്. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്മിയാണ്. ശ്രീനിവാസ എന്ന് ഭഗവാനെ വിളിക്കാൻ കാരണം എന്താ? ശ്രീ എന്നാൽ ലക്ഷ്മി, നിവസിക്കുക എന്ന് പറഞ്ഞാൽ വസിക്കുന്ന സ്ഥലം. അപ്പൊ ലക്ഷ്മി വസിക്കുന്ന സ്ഥലം ഏതാണ്? ലക്ഷ്മി ഇരിക്കുന്നത് ഭഗവാന്റെ വക്ഷസ്ഥാനത്താ, നെഞ്ചിലാണ് അല്ലെ? ലക്ഷ്മി. ശ്രീ എന്നാൽ ലക്ഷ്മി, നിവാസൻ നിവസിക്കുന്നത്, വസിക്കുന്നത് എവിടെയോ അതാണ് ശ്രീനിവാസൻ. മനസ്സിലായോ? അപ്പൊ ആ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഭഗവാൻ, ലക്ഷ്മി ഇരിക്കുന്നിടത്ത് ഭഗവാനുണ്ട്, ഭഗവാൻ ഇരിക്കുന്നിടത്ത് ലക്ഷ്മി ഉണ്ട്. അപ്പൊ എവിടെയാണോ ശാന്തിയും സമാധാനവും നമുക്ക് നമ്മുടെ എന്ന ചിന്തയുണ്ടാവുന്നത് അവിടെ ഭഗവാനുള്ളൂ, ലക്ഷ്മിയുള്ളൂ. അല്ലാത്തടത്ത് ദുഃഖവും ദാരിദ്ര്യവും മാത്രമാണ് ഉണ്ടാവുന്നത്. ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഈശ്വരന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാ പറയാം, എല്ലാവരുടെയും അന്തർഭാഗത്തുണ്ട്. ആരും ആരുടെക്കാളും ചെറുതോ വലുതോ അല്ല. എല്ലാവർക്കും ഭഗവാൻ പരിമിതമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ടുവരണം ഭക്തിയിലൂടെ. അതുകൊണ്ടാണ് എല്ലാവരുടെയും അന്തർഭാഗത്ത് നമ്മുടെ എല്ലാ ഉള്ളിൽ ആത്മാവുണ്ട്, ഒപ്പം പരമാത്മാവുണ്ട്. പരമാത്മാവാകുന്ന ഈശ്വരൻ നമ്മളെ വിട്ടു പോകുമ്പോൾ ആത്മാവാകുന്ന ആ സത്യവും നമ്മളിൽ നിന്ന് പരമാത്മാവാകുന്ന ഭഗവാന്റെ ഒപ്പം പോകും. അതോടെന്തായി? ശിവമില്ലാതെ നമ്മൾ ശവമായി, നമ്മൾ മരിച്ചു പോകും. അന്നേരമാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്, നമ്മൾ ശവമാവുന്നത്. അപ്പൊ ആത്മാവോടുകൂടി ഭഗവാനും നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ അവിശിഷ്ട എന്ന് പറയുന്നത്, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്. ഇനിയോ ശിഷ്ടേഷ്ട. ശിഷ്ടേഷ്ട എന്ന് പറഞ്ഞാൽ ശിഷ്ടന്മാർക്ക് ഇഷ്ടനായവൻ. എല്ലാവർക്കും ഭഗവാനെ ഇഷ്ടമാണ് അല്ലെ? എല്ലാവരാലും ഭഗവാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്. ഇനി ശിഖണ്ഡി. ശിഷ്ടേഷ്ട ശിഖണ്ഡി എന്ന് പറയുന്നുണ്ട്. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാ അർത്ഥം? മയിൽപീലി. ശിഖണ്ഡം എന്ന് പറഞ്ഞാൽ മയിൽപീലി. ശിരോഭൂഷണമായിരിക്കുന്നവൻ, ശ്രീകൃഷ്ണ സ്വരൂപൻ. ഓക്കെ, ഭഗവാന്റെ തലയിൽ എന്തായിരിക്കുന്നത്? മയിൽപീലിയാണ് ഇരിക്കുന്നത്. അപ്പൊ മയിൽപീലി അലങ്കാരമാക്കി വെച്ചിരിക്കുന്നവൻ, ശ്രീകൃഷ്ണ സ്വരൂപൻ. അതാണ് ഭഗവാനെ ശിഖണ്ഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഭഗവാന്റെ ശിരസിൽ, ശിഖണ്ഡം എന്നാൽ മയിൽപീലി, ശിരോഭൂഷണമാക്കിയിരിക്കുന്ന. ശിരസ് എന്ന് പറഞ്ഞാൽ തല, ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം. അപ്പോ ആ ശിരസിൽ അലങ്കാരമായി മയിൽപീലി ധരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ സ്വരൂപൻ. അതുകൊണ്ടാണ് ഭഗവാനെ ശിഖണ്ഡി എന്ന് വിളിക്കുന്നത്. നഹുഷ. നഹുഷ എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂതങ്ങളെയും മായ കൊണ്ട് ബന്ധിപ്പിക്കുന്നവൻ. ഭഗവാൻ എല്ലാം ഒരു തമാശയാണ്. എല്ലാത്തിനെയും ഭഗവാൻ എന്ത് ചെയ്യും? ഒരു മായ കാണിക്കും. മായ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആർക്കും മനസ്സിലാവില്ല. ആ മായയാൽ എല്ലാത്തിനെയും ഭഗവാൻ ബന്ധിപ്പിച്ചു കളയും. വൃഷഹ. കാമങ്ങളെ വർഷിക്കുന്നവൻ. കാമം എന്ന് പറഞ്ഞാൽ തെറ്റായ വികാരമല്ല കേട്ടോ. എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചിരുന്നിട്ട് മോക്ഷം തന്ന് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാനെ വൃഷഹ എന്ന് വിളിക്കുന്നത്. ഇനിയോ ക്രോധഹ. ക്രോധഹ. അപ്പൊ ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡി നഹുഷോ ന വൃഷഹ. ഇനി ക്രോധഹ ക്രോധകൃത് കർത്ത വിശ്വബാഹൂർ മഹീധര. ക്രോധഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സജ്ജനങ്ങളുടെ ക്രോധത്തെ നശിപ്പിക്കുന്നവൻ. ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം. അപ്പൊ ഭക്തിയിൽ വരുന്നവരും നമുക്ക് എന്താ ഉണ്ടാവുക? ദേഷ്യം ഉണ്ടാവില്ല. ഭക്തി ഇല്ലാത്തവനാണ് ദേഷ്യം വരുന്നത്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചാടിക്കടിച്ച് വർത്താനം പറഞ്ഞ് ബഹളം വെച്ച്, പണ്ട് ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ, എന്തിനാ വെറുതെ സംസാരിക്കണത്, എന്തേലാവട്ടെ, നമ്മൾ നിശബ്ദതയിലേക്ക് വന്ന് അല്ലെ. ഭക്തിയിൽ വരുന്തോറും ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പ്രതികരണശേഷി കുറയും. അതായത് നിശബ്ദത പാലിക്കും. അവൻ എപ്പോഴും ശാന്ത സ്വരൂപനായിരിക്കാൻ ശ്രമിക്കും. ശാന്തി മതി, സമാധാനം മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും വേണ്ട എന്ന മനോഭാവത്തിലേക്ക് ആ വ്യക്തി മാറും. അപ്പോ ഭക്തിയിൽ ഉയരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ നിശബ്ദതയിലേക്ക് മാറുന്നു എന്നുള്ളത്. എന്ന് കരുതി നമുക്ക് 24 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല, കാരണം കലിയുഗത്തിലാണ്. പക്ഷെ എന്നാലും പറയാണ്, ഒരുപാട് പ്രതികരണം കുറയും.
നമ്മൾക്ക് എന്ത് കിട്ടിയാലും കിട്ടിയില്ലേ കുഴപ്പമില്ല, നമുക്ക് എന്ത് വേണം, ഭഗവാൻ തരുന്നതേ തരട്ടെ എന്ന മനോഭാവം, ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്ന് ശാന്തിയും സമാധാനത്തോടും കൂടി എപ്പോഴും ജപിക്കാൻ പഠിക്കും നമ്മൾ. വലിയ വലിയ സന്യാസിമാരെയും മുനിവര്യന്മാരെയും ഒക്കെ കാണുന്നില്ലേ നമ്മൾ, അവരെപ്പോഴും എല്ലാത്തിൽ നിന്നും മാറി സ്വസ്ഥമായ ഒരു സ്ഥലത്ത് തന്നെ നോക്കിയിരുന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അവരെന്തോ ചിന്തയിലായിരിക്കും, എന്തോ ജപിച്ചുകൊണ്ടിരിക്കും. എന്താണ്? ഭഗവത് നാമം ഉച്ചരിക്കുകയാണ് അവര്. കാരണം അവർക്ക് ശാന്തി മതി. ആർഭാടങ്ങളോടും ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളും ഇല്ലാതെ സ്വസ്ഥമായിരിക്കും, ശാന്തിയോടെ സമാധാനത്തോടെ, കണ്ടതിനും കേട്ടതിനും ഒന്നും സംസാരിക്കാതെ നമ്മളൊരു നിശബ്ദതയിലേക്ക് വരും. അതാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ക്രോധഹ, സജ്ജനങ്ങളുടെ ക്രോധങ്ങളെയെല്ലാം ദേഷ്യത്തെയെല്ലാം ഭഗവാൻ നശിപ്പിച്ചു തരും. ക്രോധകൃത് കർത്ത, ക്രോധകൃത് കർത്ത അതായത് അസാധുക്കളിൽ, പാവങ്ങളില് ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ, ക്രോധകൃത്തുക്കളായിരിക്കുന്ന ദൈത്യന്മാരുടെ കർത്താവ്. അതായത് ഭയങ്കര ദേഷ്യപ്പെടുന്ന ആൾക്കാരാരാണ്? അസുരന്മാര്. അവരെല്ലാം കൃന്ദനം ചെയ്യുന്നവൻ, ഛേദിക്കുന്നവൻ, അവരെല്ലാം അസുരന്മാരെയെല്ലാം ഭഗവാൻ ഇല്ലാതാക്കി കളയും. ഭഗവാൻ ആസുരിക സ്വഭാവം ഇഷ്ടമല്ല. ഭഗവാൻ എപ്പോഴും സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടക്കാനാണ് ഇഷ്ടം, അല്ലെ? എന്നാൽ ഭക്തന്മാരുടെ കണ്ണ് നിറയുമ്പോൾ അത് ഭഗവാനെ കൊണ്ട് സഹിക്കില്ല. ഭക്തന്മാരുടെ കണ്ണ് നിറയുന്നത് എപ്പോഴാണ്? ഭക്തന്മാരെ ആരെങ്കിലും ദ്രോഹിക്കാൻ വരുമ്പം. അങ്ങനെ ദ്രോഹിക്കുന്നവനെയാണ് നമ്മൾ അസുരൻ എന്ന് വിളിക്കുന്നത്. ആ അസുരന്മാരെ ഭഗവാൻ നശിപ്പിച്ചു കളയും. ക്രോധകൃത് കർത്ത, ഭഗവാൻ ആ അസുരന്മാരെ എല്ലാം നശിപ്പിച്ചു കളയും. അസാധുക്കളിലെ ക്രോധത്തെ എല്ലാം നശിപ്പിച്ച് അവർക്ക് ദുരിതം ചെയ്യുന്ന ദൈത്യന്മാരെ, ക്രോധകൃത്തുക്കളായിരിക്കുന്ന ദൈത്യന്മാർ, ദൈത്യന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ, ആ അസുരന്മാരെയെല്ലാം കൃതം ചെയ്യുന്നവൻ, കൃന്ദനം ചെയ്യുന്നവൻ, ഛേദിക്കുന്നവൻ ആരാണ്? ഭഗവാൻ. വിശ്വബാഹു, വിശ്വബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആശ്രയസ്ഥാനമായിരിക്കുന്നവൻ, എല്ലായിടത്തും ബാഹുക്കളുള്ളവൻ. ബാഹുക്കൾ എല്ലായിടത്തും ഭഗവാനുണ്ട്. എവിടെ നമ്മൾ ഭഗവാനെ ആശ്രയിക്കാൻ പോണോ, ഏത് മുക്കിലും മൂലയിലും എവിടെ ഇരുന്നും കൃഷ്ണ എന്നുള്ള നാമം ജപിച്ചാൽ അദ്ദേഹം അവിടെ എത്തും. അവിടെ അദ്ദേഹം എത്തിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഏത് സമയത്തും കൗരവ സഭയിൽ വെച്ചിട്ട് പാഞ്ചാലി അപമാനിക്കപ്പെടുന്ന സമയത്ത് പാഞ്ചാലിയുടെ ഭർത്താക്കന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരെന്താ ചെയ്തത്? ഒരു നിവർത്തിയില്ലാതെ അവർ നോക്കി നിൽക്കാണ്. അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ വസ്ത്രം ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൗരവന്മാര്. ആ സ്ത്രീ ആ സമയത്ത് പീരീഡ്സ് ആയിരുന്നു, ആർത്തവം ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക്. ആ ആർത്തവ സമയത്ത് പോലും ആ സ്ത്രീ കൗരവന്മാരടങ്ങുന്ന ആ വലിയ രാജസദസ്സിൽ വെച്ചിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു സമയത്ത് ഭഗവാനേന്ന് വിളിച്ചുകൊണ്ട് ആ പാഞ്ചാലി ആശ്രയം ചോദിച്ചു ഭഗവാനോട്. കൗരവന്മാർ അപമാനിക്കുന്നു, ഭർത്താക്കന്മാരായിരിക്കുന്ന 5 ധൈര്യശാലികളായിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാർ ഒരു സൈഡിൽ നിൽക്കുന്നു തല കുനിച്ചുകൊണ്ട്. അത്രയധികം വലിയൊരു സഭയിൽ വെച്ച് ആ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ ഭഗവാൻ ആ വിളി കേട്ട് ചിന്തിച്ചതെന്താ? ഒരു നിമിഷം അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞപ്പോൾ സ്വന്തം വസ്ത്രം കീറിക്കൊണ്ട് ആ ഭഗവാന്റെ കയ്യിൽ ഒരു തുണി ചുറ്റി കൊടുത്തിട്ടുണ്ട് പാഞ്ചാലി, അല്ലെ? ഭഗവാന് നമ്മൾ എന്തു കൊടുക്കുന്നു അതിന് 100 ഇരട്ടി ഭഗവാൻ നമുക്ക് തിരിച്ചു തരും. എന്നാൽ ആ തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കൊടുക്കരുത്, സ്വയം സമർപ്പണത്തോടു കൂടി കൊടുക്കണം. അപ്പൊ ഭഗവാൻ എന്ത് വിചാരിച്ചു? പാഞ്ചാലിയുടെ ആ ഒരു നിസ്സഹായ വിളിയിൽ എന്താ ഉണ്ടായത്? ഭർത്താക്കന്മാരും ഗുരുക്കന്മാരും സ്വന്തങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരാലും കൈവിട്ട ആ സ്ത്രീ 2 കൈയും മേൽപോട്ട് ഉയർത്തി വിളിക്കുന്നത് കൃഷ്ണ വാസുദേവ മാധവ എന്ന നാമമാണ്. ആ നാമത്തിൽ ഭഗവാൻ ഒരു നിമിഷം എന്താ ചിന്തിച്ചത്? എന്റെ കൈ മുറിഞ്ഞപ്പോൾ സ്വന്തം വസ്ത്രം കീറി എന്റെ കയ്യിൽ കെട്ടിത്തന്ന പാഞ്ചാലി ഇന്ന് വിവസ്ത്രയാക്കപ്പെടുന്നു കൗരവ സഭയിൽ. അവളുടെ വസ്ത്രം ആ കൗരവന്മാർ ഊരിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്ത്? ഒരിക്കലും നിലയ്ക്കാത്ത വസ്ത്രം കൊടുത്ത് ആ സ്ത്രീയുടെ അഭിമാനത്തെ സംരക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നുകൊണ്ടും ഗുരുവായൂരപ്പ എന്നൊരു നാമം ജപിച്ചാൽ ആ ഭഗവാൻ നമ്മൾക്ക് തൊട്ടടുത്ത് വന്ന് നിൽക്കും. അപ്പോ എല്ലാവരുടെയും ആശ്രയ സ്ഥാനമാണെന്ത്? ഭഗവാൻ. എല്ലായിടത്തും ഭഗവാന്റെ കൈകളുണ്ട്. അതാണ് ഭഗവാനെ വിശ്വബാഹു എന്ന് വിളിക്കുന്നത്. മഹീധര, മഹീധര എന്ന് പറഞ്ഞാൽ ഭൂമിയോ പൂജയോ ധരിക്കുന്നവൻ. ഭൂമിയെയും ഭഗവാൻ ധരിക്കുന്നുണ്ട്. വരാഹ രൂപത്തിലാണ് ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ മഹീധര എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34ാമത്തെ ശ്ലോകം, ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡിന്നഹുഷോ വൃഷഃ ക്രോധഃ ക്രോധകൃത്കർത്ത വിശ്വബാഹൂർ മഹീധര.
അതായത് പരമാനന്ദ സ്വരൂപമായിരിക്കുന്ന, എല്ലാവരാലും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന, ശിഷ്ടന്മാർക്കെല്ലാം ഇഷ്ടസ്ഥാനമായിരിക്കുന്ന, മയിൽപീലി തലയിൽ അലങ്കാരമാക്കി ആഭരണമാക്കി വെച്ചിരിക്കുന്ന കൃഷ്ണസ്വരൂപത്തിലുള്ള, എല്ലാ ഭൂതങ്ങളെയും മായ കൊണ്ട് ബന്ധിക്കുന്ന, കാമങ്ങളെയെല്ലാം വർഷിക്കുന്ന, നല്ല ജനങ്ങളുടെ ദേഷ്യത്തെയെല്ലാം ഇല്ലാതാക്കുന്ന, പാവങ്ങളായിരിക്കുന്ന ആളുകളിൽ ദുരിതം ചെയ്യുന്ന അസുരന്മാരെ ഇല്ലാതാക്കുന്ന, എല്ലാവരുടെയും ആശ്രയസ്ഥാനമായിരിക്കുന്ന, എല്ലായിടത്തും കൈകളുള്ള, ഭൂമിയെയും പൂജയെയും എല്ലാം ധരിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഇതാണ് 34-ാമത്തെ ശ്ലോകം. ഇനി 35-ാമത്തെ ശ്ലോകമാണ്. അച്യുത പ്രഥിത, അച്യുത പ്രഥിത പ്രാണഃ പ്രാണധോ, അച്യുത പ്രഥിത പ്രാണഃ പ്രാണധോ വാസവാനുജഃ, അച്യുത പ്രഥിത പ്രാണഃ പ്രാണധോ വാസവാനുജഃ, അഭാം നിധിര ദിഷ്ടാനമപ്രമത്തഃ. അത് വാക്ക് നമുക്ക് പിരിച്ചു വായിക്കുകയാണെങ്കിൽ എന്താണ്? പ്രാണ പ്രാണത വാസവാനുജ, വാസവാനുജ എന്ന് വായിക്കാം. ഓക്കെ, അച്യുത പ്രഥിത പ്രാണ പ്രാണതോ വാസവാനുജ, അഭാം നിധി, അഭാം നിധി, പിന്നെയോ അധിഷ്ഠാനം. ഓരോ വാക്കുകൾ പിരിച്ചെടുക്കുകയാണെങ്കിൽ അഭാം നിധി രധിഷ്ഠാനം. നമ്മളിവിടെ കൂട്ടി വായിക്കുമ്പോൾ അഭാം നിധി രധിഷ്ഠാനമപ്രമത്തഃ എന്ന് വായിക്കുന്നത് നീണ്ട വാക്കാണ്. അത് വാക്കുകൾ പിരിക്കുമ്പോൾ അധിഷ്ഠാനം എന്ന് വായിക്കുക. പിന്നെ അപ്രമത്തഃ, അധിഷ്ഠാനം, അഭാം നിധി ഒരു വാക്ക്, അധിഷ്ഠാനം ഒരു വാക്ക്, അപ്രമത്തഃ എന്നൊരു വാക്ക്. ഈ 3 വാക്കുകളും വിഷ്ണു സഹസ്രനാമത്തില് കൂട്ടി വായിക്കുകയാണെങ്കിൽ അഭാം നിധിരധിഷ്ഠാനമപ്രമത്തഃ എന്ന് വായിക്കണം. ഇനിയോ പ്രതിഷ്ഠിതഃ, പ്രതിഷ്ഠിതഃ എന്ന് വെച്ചാല് അച്യുത പ്രഥിത പ്രാണ. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനനം മുതലായ 6 ഭാവവികാരങ്ങളോടും കൂടാത്തവൻ. ഭഗവാൻ ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഭഗവാൻ കൃഷ്ണനായി വന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ യശോദാമയും ദേവകിയമ്മയും ഒക്കെ പറയാം. പക്ഷേ ഭഗവാന്റെ സ്റ്റാർട്ടിങ്, തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല, അല്ലെ? അപ്പൊ ജനനം മുതലായ 6 വികാരങ്ങൾ ഭഗവാൻ ഇല്ല. ഭഗവാന് മരണം ഉണ്ടോ ചോദിച്ചാൽ അതും ഇല്ല. അപ്പൊ തുടക്കവും ആദിയുമില്ല, അന്തവുമില്ല, ജനനവും മരണവും പോലെയുള്ള അങ്ങനെയുള്ള പല 6 വികാരങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അച്യുത എന്ന് പറയുന്നു. ച്യുതി ഇല്ലാത്തവൻ, ച്യുതി എന്ന് പറഞ്ഞാൽ നാശം. അച്യുതൻ, ച്യുതി ഇല്ലാത്തവൻ, നാശമില്ലാത്തവൻ, അതാണ് അച്യുത എന്ന് പറയുന്നതിന്റെ അർത്ഥം. പ്രതിദഹ, പ്രതിദഹ എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ ഉൽപ്പത്തി മുതലായ കർമ്മങ്ങൾ കൊണ്ട് പ്രസിദ്ധൻ. ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചിരിക്കുന്ന ആ കർമ്മം കൊണ്ട് ഭഗവാൻ പ്രസിദ്ധനാണ്. അഖില കോടി ബ്രഹ്മാണ്ട നായകനാണ്, അല്ലെ? എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അധിപനായിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ പ്രതിദഹ എന്ന് വിളിക്കുന്നു. ഇനി പ്രാണഹ, പ്രാണഹ അതായത് ഹിരണ്യഗർഭന്റെ രൂപത്തിൽ പ്രജകൾക്ക് പ്രാണനെ കൊടുത്തവൻ. പ്രാണനെ, എല്ലാ ജീവാത്മാക്കൾക്കും ജീവൻ നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ പ്രാണഹ എന്ന് വിളിക്കാൻ പറ്റുന്നത്. പ്രാണധ. ഇനി അടുത്തത് പ്രാണധ, അതായത് അച്യുത പ്രഥിത പ്രാണ പ്രാണധോ എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രാണധോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാസുരന്മാർക്ക് പ്രാണൻ, അതായത് ഫലം കൊടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവൻ. നല്ലവർക്കും ഭഗവാൻ ജന്മം കൊടുക്കും, നല്ലവരല്ലാത്തവർക്കും ജന്മം കൊടുക്കും. എന്നിട്ട് നല്ലതിനെ ഭഗവാൻ നിലനിർത്തും, നല്ലതെല്ലാത്തിനെ ഭഗവാൻ നശിപ്പിക്കും. ഇതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രാണധ എന്ന് വിളിക്കുന്നത്. സുരന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ പ്രാണനും കൊടുക്കും, അതുപോലെ ഫലവും കൊടുക്കും. അത് നിലനിർത്തണോ നശിപ്പിക്കുകയും ചെയ്യും. എന്ത് വേണമെങ്കിലും ഭഗവാന്റെ തീരുമാനത്തിൽ ഭഗവാൻ ചെയ്യും. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രാണധോ എന്ന് വിളിക്കും. ഇനിയോ വാസവാനുജ, വാസവാനുജഹ എന്ന് പറഞ്ഞാൽ കശ്യപന്റെ പുത്രനായി അതിഥിയിൽ ഇന്ദ്രന്റെ അനുജനായി ജനിച്ചവൻ വാമനൻ. അറിയാലോ, വാസവാനുജൻ. വാമനൻ ആരാണ്? മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയ ഒരു ബ്രാഹ്മണൻ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. പക്ഷേ വാമനൻ ആരാണെന്ന് ചോദിച്ചാൽ കശ്യപന്റെ മകനായിട്ട് അതിഥിയിൽ ഇന്ദ്രന്റെ അനുജനായിട്ടാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ വാമനൻ ജനിക്കുന്നത്. കശ്യപന്റെ മകനായിട്ട്, കശ്യപന്റെയും അതിഥിയുടെയും മകനായിട്ട് ഇന്ദ്രന്റെ അനുജനായിട്ടാണ് വാമനൻ ജനിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വാസവാനുജ, അനുജ, വാസവാനുജ എന്ന് വിളിക്കും.
അഭാം നിധി. അഭാം നിധി എന്ന് പറഞ്ഞാൽ എന്താ? വിഭൂതികളിൽ സമുദ്ര സ്വരൂപത്തിൽ ഇരിക്കുന്നവൻ. ഈ സമുദ്രവും ഭഗവാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ സമുദ്രവും ഭഗവാനാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം കണ്ണുകൊണ്ട് കാണുന്നു അതെല്ലാം ഭഗവാനാണ്. നമ്മൾ വിചാരിക്കും അത് സമുദ്രമാണ്, ഇത് അതാണ്, അത് കാറ്റാണ്, ഇത് തീയാണ്. ഇതെല്ലാം ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ, ഈ ലോകത്തിൽ നമുക്കൊന്നും കാണാനില്ല. എല്ലാം ഭഗവാന്റേതാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്. അധിഷ്ഠാനം. അഭാം നിധിരധിഷ്ഠാനമപ്രമത്തമഹ എന്നാ പറയുന്നത്. അതിൽ നമ്മൾ അഭാം നിധി എന്ന് പറഞ്ഞാൽ വിഭൂതികളിൽ സമുദ്ര സ്വരൂപത്തിൽ ഇരിക്കുന്ന. ഈ വിഭൂതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ സൃഷ്ടികളാണ് വിഭൂതികൾ, അല്ലെ? ആ വിഭൂതികളിൽ സമുദ്ര രൂപത്തിൽ ആരാ സ്ഥിതി ചെയ്യുന്ന? സമുദ്രദേവൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി അധിഷ്ഠാനം, അതായത് ഉപാധാന കാരണത്തിന്റെ രൂപത്തിൽ സകല ഭൂതങ്ങളുടെയും സ്ഥിതിസ്ഥാനം. നമ്മളൊക്കെ മരിച്ചുപോയാൽ എവിടെയാ പോയി ചേരുന്നത്? ഭഗവാനിലേക്കാണ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ചിലപ്പോൾ ഈ ലോകത്തിലേക്ക് വരും. എന്ന് നോക്കിയാലും എല്ലാം പോയി ചേരുന്നത് ഭഗവാനിലേക്കാണ്. എല്ലാ ജീവാത്മാക്കളും, സകല ജീവാത്മാക്കളും അധിഷ്ഠാനം ചെയ്യുന്നത്, അവസാനം ചെന്ന് ചേരുന്നത് ഭഗവാനിലേക്കാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ അധിഷ്ഠാനം എന്ന് വിളിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? അഭാം നിധിരധിഷ്ഠാനം അപ്രമത്തഃ. ഇനി അപ്രമത്തഃ എന്ന് പറഞ്ഞു. അപ്പൊ അഭാം നിധി പഠിച്ചു, അധിഷ്ഠാനം പഠിച്ചു. അഭാം നിധി എന്ന് പറഞ്ഞാൽ സമുദ്ര രൂപത്തിൽ ഇരിക്കുന്നതും ഭഗവാൻ തന്നെ. എല്ലാത്തിന്റെയും അവസാനം എല്ലാം പോയി ചേരുന്നത്, അധിഷ്ഠാനം ചെയ്യുന്നതും ഭഗവാനിൽ തന്നെ. ഇനി അപ്രമത്തഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾക്ക് അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഫലം കൊടുക്കുന്നവൻ. ആരാണോ നല്ലത് ചെയ്യുന്നത് അവന് നല്ലത് കൊടുക്കും. ആരാണോ തെറ്റ് ചെയ്യുന്നത് അതിനുള്ള ശിക്ഷയും ഭഗവാൻ കൊടുക്കും. എന്നിട്ട് അവനെ നല്ലതിലേക്ക് നടത്തും. അപ്പൊ അധികാരികൾക്ക് അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നോ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തിക്കനുസരിച്ച് ഉത്തരം നൽകുന്നത് ആരാണ്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ അപ്രമത്തഃ എന്ന് വിളിക്കുന്നത്. അപ്രമത്തഃ എന്ന് വിളിക്കുന്നത്. ഇനിയോ പ്രതിഷ്ഠിതഃ. പ്രതിഷ്ഠിതഃ. പ്രതിഷ്ഠിത എന്ന് പറഞ്ഞാൽ സ്വന്തം മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഭഗവാൻ ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഭഗവാനിൽ എല്ലാവരിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഭഗവാനിലും ഉണ്ട്, അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെയും കൃഷ്ണനുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് നോക്കിയാൽ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തേലും കൃഷ്ണനുണ്ട്. സമസ്ത ഭൂത എന്താ പറയാ ജീവജാലങ്ങളിലെല്ലാം ഭഗവാനുണ്ട്. ആ ഭഗവാൻ സർവ്വതിലും സ്ഥിതി ചെയ്യുന്നു, സർവ്വതിലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ഭഗവാൻ ഇല്ലാത്തതില്ല, ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അപ്പോ അച്യുത പ്രതിത പ്രാണ പ്രാണതോ വാസവാനുജഃ അഭാം നിധിരധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിതഃ എന്നാ പറയുന്നത്. അതായത് ജനനം പോലെയുള്ള 6 വികാരങ്ങളില്ലാതെ ഈ ലോകത്തിന്റെ തുടക്കത്തിന് കാരണമായിരിക്കുന്ന, എല്ലാവർക്കും ജീവൻ നൽകുന്ന, സുരാസുരന്മാർക്ക്, നല്ലവർക്കും ചീത്ത ചെയ്യുന്നവർക്കും, ദേവന്മാർക്കും അസുരന്മാർക്കും എല്ലാം നല്ലതും കൊടുത്ത്, തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷയും കൊടുത്ത്, കശ്യപന്റെ മകനായി അതിഥിയിൽ ഇന്ദ്രന്റെ അനുജനായി ജനിച്ച വാമനമൂർത്തിയായിരിക്കുന്ന, അവതാര രൂപത്തിൽ സമുദ്രദേവനായി സ്ഥിതി ചെയ്യുന്ന, എല്ലാ കാരണത്തിന്റെയും ഉപാദന കാരണത്തിന്റെയും രൂപത്തിൽ സകല ഭൂതങ്ങളുടെയും എല്ലാം പോയി ഭഗവാനിലാണ് ചേരുന്നത്. അങ്ങനെ സകല ഭൂതങ്ങളുടെയും സ്ഥിതിസ്ഥാനമായിരിക്കുന്ന, അധികാരികൾക്കെല്ലാം അവർക്ക് അവരുടെ നന്മയും തിന്മയും അനുസരിച്ച് അവർക്ക് കാര്യങ്ങളും കർമ്മങ്ങളും നൽകുന്ന ഭഗവാൻ എല്ലാവരിലും അധിഷ്ഠാനമായി സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. മനസ്സിലായോ? അതാണ് 35ാമത്തെ ശ്ലോകം. 10:30 മണിക്ക് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനി നമുക്ക് വിഷ്ണു സഹസ്രനാമം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നാരായണീയം തുടങ്ങാം. ഓക്കെ, നാരായണീയം എല്ലാവർക്കും നമുക്ക് നാരായണി ഇതുപോലെ അർത്ഥസഹിതം പഠിപ്പിച്ചു തരാം. ഓക്കെ, അത് കഴിയുമ്പോൾ ശ്രീ സൂക്തം പഠിപ്പിച്ചു തരാം. ഞാൻ പഠിക്കുന്നതിനനുസരിച്ചല്ലേ നിങ്ങളെയും പഠിപ്പിക്കാൻ പറ്റൂ. ഇനി വിഷ്ണു സഹസ്രനാമം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാരായണീയം പഠിക്കും, നമ്മൾ 100 ദശകങ്ങളും പഠിക്കും. പിന്നെയോ ശ്രീ സൂക്തം പഠിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 35ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 36ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സ്കന്ധധരോ ദുര്യോ വരധോ. സ്കന്ധധരോ ദുര്യോ വരധോ വായുവാഹനഃ. അപ്പൊ ആ വരി വായിക്കാൻ പഠിച്ചോ? സ്കന്ധധരോ ദുര്യോ വരദോ വായുവാഹനഃ. വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ.
വാസുദേവോ ബൃഹത് ഭാനു രാതിദേവ പുരന്ദരഃ. പുരന്ദരഃ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്കന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത രൂപത്തിൽ പ്രവാഹിക്കുന്നവൻ, വായു രൂപത്തിൽ ശോഷിപ്പിക്കുന്നവനെയാണ് സ്കന്ദൻ എന്ന് വിളിക്കുന്നത്. സ്കന്ദൻ അതായത് അമൃത രൂപത്തിലാണ് പ്രവഹിക്കുന്നത്. സ്കന്ദൻ അമൃത് എന്ന് പറഞ്ഞാൽ തന്നെ സ്കന്ദനാണ്. അപ്പൊ അമൃത രൂപത്തിൽ പ്രവഹിക്കുന്ന സ്കന്ദധര, അതായത് ധർമ്മമാർഗത്തെ മാത്രം കാണിച്ചു തരുന്ന, ധർമ്മമാർഗത്തെ മാത്രം ധരിപ്പിക്കുന്ന അവനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്കന്ദധര എന്ന് പറയുന്നത്. സ്കന്ദ എന്ന് പറഞ്ഞാൽ അമൃത്, ധർമ്മം. അപ്പോ എന്താണ്? ആ സ്കന്ദ രൂപത്തിലിരിക്കുന്ന, അമൃതിന്റെ രൂപത്തിലിരിക്കുന്ന ധർമ്മമാർഗം, ധർമ്മത്തിന്റെ വഴി മാത്രം കാണിച്ചു തരുന്ന ദുര്യ അല്ലെങ്കിൽ ദുര്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സകല ഭൂതജാലങ്ങളുടെയും ജന്മാതി രൂപമായിരിക്കുന്ന ദൂരിനെ, ദൂരെന്ന് പറഞ്ഞ ഭാരം, ആ ഭാരത്തെ ധരിക്കുന്നവൻ. ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ജന്മത്തിന്റെ ഭാരം ആരാ ഏറ്റെടുത്തിരിക്കുന്നത്? ഭഗവാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ജന്മഭാരം. നമ്മൾ പറയും എനിക്ക് ഈ ജന്മം മടുത്തു, ഞാൻ ഈ ജന്മം എനിക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന്. പക്ഷെ ഈ ഭാരം എല്ലാം എടുത്തെടുത്തിരുന്നത് ഭഗവാനാണ്. അങ്ങനെയുള്ള സകല ഭൂതജാലങ്ങളുടെയും ജന്മാതി രൂപമായിരിക്കുന്ന ഭാരത്തെ ധരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ദുര്യ എന്ന് വിളിക്കുന്നത്. ഇനി വരദ. വരദ എന്ന് പറഞ്ഞാൽ അഭീഷ്ടങ്ങളായിരിക്കുന്ന വരത്തെ ദാനം ചെയ്യുന്നവൻ. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആഗ്രഹം നമ്മൾക്ക് വേണ്ട, പക്ഷെ നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് ഭഗവാനാണ്. അദ്ദേഹത്തിന് സമയവും കാലവും ഉണ്ട്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന സാധനം ചിലപ്പോൾ ഭഗവാൻ ഇന്ന് തരില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു 2 or 3 വയസ്സായ ഒരു കുട്ടി ഒരു കത്തി എടുത്ത് കളിക്കുമ്പോൾ, അല്ലെ ഒരു മരുന്നിന്റെ ബോട്ടിൽ എടുത്ത് കളിക്കുമ്പോൾ, അത് കുഴപ്പമില്ല, കത്തിയല്ലേ മരുന്നല്ലേ എന്ന് പറയും. നമ്മൾ കൊടുക്കോ? കൊടുക്കില്ല. നമ്മൾ എന്താ പറയാ? അയ്യോ അത് ആ കുട്ടി കൈമുറിയും, അല്ലെങ്കിൽ ആ കുട്ടി ആ മരുന്ന് വായലിടും. ഒരു അരക്ഷിതാവസ്ഥ അവിടെയുണ്ട്, അല്ലെ? ഒരു സുരക്ഷമില്ലാത്ത അവസ്ഥ അവിടെയുണ്ട്. അപ്പോ അതേസമയം ഒരു 40 വയസ്സായി കഴിഞ്ഞാലോ ആ കുട്ടിയുടെ ഒരു കത്തി കണ്ട അവർക്കറിയാം അതെന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും എനിക്ക് 19-60 വയസ്സായി, എനിക്കൊന്നും ഭഗവാൻ തന്നില്ല എന്ന് ചിന്തിക്കേണ്ട. അദ്ദേഹത്തിനറിയാം ഏത് സമയത്ത്, ഏത് നേരത്ത്, എപ്പോ, എവിടെ, എങ്ങനെ, എന്ത് കൊടുക്കണമെന്ന്. നമ്മൾ എന്തുമാത്രം ഓടിയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ പറയോ എനിക്ക് ഈ 10-70 വയസ്സ്, ഇനിയിപ്പൊ ഞാൻ ഏത് കാലത്ത് തരാനാണ്? അദ്ദേഹത്തിന് അടുത്ത ജന്മം നമുക്കുണ്ടെങ്കിൽ ആ ജന്മത്ത് ഭഗവാൻ നമ്മളെ നന്നായി ഉയർത്തും. മനസ്സിലായില്ലേ? നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായ നേരത്ത്, കൃത്യമായ സമയത്ത്, കൃത്യതയോടുകൂടി തരാൻ പറ്റും. നമ്മൾക്ക് ഈ ജന്മം മാത്രമാണെന്ന് നമ്മുടെ തോന്നലാണ്. ഈ ജന്മം മാത്രമല്ല, ഇനിയും ഏറെ ജന്മങ്ങൾ നമ്മൾ ജന്മം ചിലപ്പോൾ എടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അറിഞ്ഞൂടാ നമ്മുടെ കർമ്മത്തിന്റെ പ്രതിഫലം എന്താണെന്നുള്ളത്. അങ്ങനെ എന്ത് സംഭവിച്ചാലും ശരി, ഈ ഇന്നലകൾ നമുക്ക് മറന്നുപോയി, കഴിഞ്ഞ ജന്മം എന്താന്ന് നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഭഗവാൻ അതറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെ കുറിച്ച് ആഗ്രഹിക്കേണ്ട, ഭഗവാൻ തരേണ്ടത് കൃത്യമായിട്ട് നമുക്ക് തരും. അതുകൊണ്ട് അഭീഷ്ടങ്ങളായിരിക്കുന്ന വരങ്ങളെ ദാനം ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നു? വരദ എന്ന് വിളിക്കുന്നു. പിന്നെയോ വായുവാഹനഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവഹം മുതലായ 7 വായുക്കളെ ചലിപ്പിക്കുന്നത് കൊണ്ട്, 7 വായുകൾ നമ്മളുടെ ഉള്ളിലുണ്ട്, അല്ലെ? അങ്ങനെ 7 വായുക്കളാണ് നമ്മളെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മഹാഭാരതത്തിലോ എവിടെയോ പഠിച്ചിട്ടുണ്ട്, ഇനി ഭാഗവതത്തിലും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ 7 വായുക്കൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള 7 വായുക്കളെ ചലിപ്പിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, അവയെ നിലനിർത്തുന്നതൊക്കെ ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ വായുവാഹന എന്ന് വിളിക്കുന്നത്. പിന്നെയോ വാസുദേവ. വാസുദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വസുവും ദേവനും, അതായത് ദേവൻ എന്ന് പറഞ്ഞാൽ കളിക്കുന്നവൻ, ജയിക്കുന്നവൻ, ഇച്ഛിക്കുന്നവൻ, വ്യവഹരിക്കുന്നവൻ, അതായത് എല്ലാ ഭൂതങ്ങളും വസിക്കുന്നവൻ, എല്ലാ ഭൂതികളിലും വസിക്കുന്നവനായിരിക്കുന്ന പരമാത്മാവ്, എല്ലാത്തിലും കുടികൊള്ളുന്ന ആ പരമാത്മാവിനെയാണ് നമ്മൾ വാസുദേവ എന്ന് വിളിക്കുന്നത്. സർവമായിരിക്കുന്ന എല്ലാത്തിലും വസിക്കുന്നവൻ, എല്ലാത്തിലും കുടികൊള്ളുന്നവൻ. അതുകൊണ്ടാണ് ഭഗവാനെ വാസുദേവ എന്ന് വിളിക്കുന്നത്. പിന്നെയോ ബൃഹത് ഭാനു. വാസുദേവോ ബൃഹത് ഭാനു രാതിദേവ പുരന്ദര എന്നാണ്. അപ്പൊ ആ ബൃഹത് ഭാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യചന്ദ്രാദികളിൽ, സൂര്യനും ചന്ദ്രനും എല്ലാം ഇരിക്കുന്ന അതിമഹത്തായിരിക്കുന്ന കിരണം, അല്ലെ? നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ആ സൂര്യനെ നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ആ ചൂട് താങ്ങാൻ പറ്റുമോ? പറ്റില്ല. പ്രകാശം താങ്ങാൻ പറ്റുമോ? അതും പറ്റില്ല. അങ്ങനെ സൂര്യനിലും ചന്ദ്രനിലും എല്ലാം ഉള്ള ആ പ്രകാശം ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ആ കിരണങ്ങളെയെല്ലാം ലോകത്തിലേക്ക്, ആ പ്രകാശത്തെ എല്ലാം ലോകത്തിലേക്ക് നൽകിക്കൊണ്ട്, ആ പ്രകാശം കൊണ്ട്, ആ ചൂടും തണുപ്പും കൊണ്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്, അല്ലെ? ചെടികളും മരങ്ങളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം സൂര്യചന്ദ്രാദിന്മാരുടെ ചൂടും വെളിച്ചവും ലഭിക്കുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ആ ചൂടും വെളിച്ചവും ഒക്കെ കൃത്യമായ തുല്യമായിരിക്കുന്ന അളവിൽ ഈ ഭൂമിയിലേക്ക് നൽകുന്നത്, അങ്ങനെയുള്ള എല്ലാ ലോകങ്ങളിലേക്കും നൽകുന്ന
ആ പരമാത്മാവിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബൃഹത് ഭാനു എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലേ? സൂര്യചന്ദ്രാദികളിൽ വർത്തിക്കുന്ന പ്രകാശവും ചൂടും തണുപ്പും ആരാന്ന് ചോദിച്ചാൽ അത് ഭഗവാനാണ്. നമ്മൾ പറയും സൂര്യന്റെ ചൂട്, സൂര്യന്റെ പ്രകാശം എന്ന് പറയും, പക്ഷെ അത് ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ എന്ത് പറയുന്നത്? സൂര്യദേവനെ നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ അച്ഛനൊക്കെ രാവിലെ എഴുന്നേറ്റ് എത്ര ലേറ്റായി എണീറ്റാണ് സൂര്യദേവനെ പ്രാർത്ഥിച്ചിട്ടേ മറ്റു കാര്യങ്ങൾ ചെയ്യൂ. ആ ദേവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് ഭഗവാനാണ്. മനസ്സിലായില്ലേ? ആ ചൂടില്ലെങ്കിൽ ഈ ഭൂമി അങ്ങ് ഐസായി പോകും. ഐസിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെ? എന്നാൽ അമിതമായ ചൂടോ, ഭയങ്കര ചൂട്, മഴയൊന്നുമില്ലാത്ത അവസ്ഥ, വരണ്ട കാലാവസ്ഥ, അതിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ മിതോഷ്ണമായി കൃത്യതയോടുകൂടി സൂര്യനും ചന്ദ്രനും ഒക്കെ നമുക്ക് ചൂടും തണുപ്പും വെളിച്ചവും ഒക്കെ തരുന്നുണ്ട്. ഇതൊക്കെ തരുന്ന ആ പ്രകാശം, ആ ഒരു കാലം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പരമാത്മാവിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബൃഹത് ഭാനു എന്ന് വിളിക്കുന്നു. ഇനിയോ ആദിദേവ. ആദിദേവ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആദി കാരണവും ദേവനുമാണ്. എല്ലാത്തിൻ്റെയും ആദി കാരണം ഭഗവാനാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും കാരണം ഭഗവാനാണ്. ആദിദേവനാണ് ഭഗവാൻ. പിന്നെയോ പുരന്ദരഹ, ശത്രുക്കളുടെ പുരങ്ങളെ ധാരണം ചെയ്യുന്നവൻ. ശത്രുക്കളുടെ അടിവേര് ഭഗവാൻ വെട്ടിക്കളയും. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ശത്രുക്കളും എന്താണ്? ഭഗവാന്റെ സൃഷ്ടികളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ അവരെ അടിവേരും മാന്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് അധർമ്മം ഇഷ്ടമല്ല, അനീതി ഇഷ്ടമല്ല, കളവ്, ചതി, വഞ്ചന ഇതൊന്നും ഭഗവാൻ ഇഷ്ടമല്ല. ഭഗവാൻ അങ്ങനെയുള്ളവരെ ഒരിക്കലും ചേർത്ത് പിടിക്കില്ല. ഭഗവാൻ അവരെ അങ്ങ് അടിവേര് ഭഗവാൻ എടുത്തു കളയും. അപ്പോ അതുകൊണ്ടാണ് ഭഗവാനെ പുരന്ദര എന്ന് വിളിക്കുന്നത്. ശത്രുക്കളുടെ പുരങ്ങളെ ധാരണം, അതായത് ധ്വംസരണം ചെയ്യുന്നവൻ, ഇല്ലാതാക്കുന്നവൻ. അപ്പോ അധർമ്മം എന്ന് പറയുന്നത് അസത്യം, അധർമ്മം, അനീതി ഇതാര് ചെയ്തോ അവരെ ഭഗവാൻ ഇല്ലാതാക്കും. അതുകൊണ്ട് ഭഗവാനെ പുരന്ദര എന്ന് വിളിക്കുന്നു. ക്ലിയർ? അപ്പോ നമ്മുടെ 36ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് സ്കന്ദധരോ ധുര്യോ വരദോ വായുവാഹനഃ വാസുദേവോ ബൃഹത് ഭാനുരാദിദേവാ പുരന്ദര. അമൃതരൂപത്തിൽ പ്രവഹിക്കുന്ന, വായുരൂപത്തിൽ ശോഷിപ്പിക്കുന്ന, ധർമ്മമാർഗത്തിൽ മാത്രമേ പോകുന്ന, സർവഭൂതജാലങ്ങളുടെയും ജന്മാതിരൂപനായിരിക്കുന്ന, എല്ലാ വരങ്ങളെയും നൽകുന്ന, 7 വായുക്കളെ ചലിപ്പിക്കുന്ന, എല്ലാത്തിലും കുടികൊള്ളുന്ന, സൂര്യചന്ദ്രാദിമാരുടെ പ്രകാശമായിരിക്കുന്ന, എല്ലാവരുടെയും ആദി കാരണമായിരിക്കുന്ന ദേവനായിരിക്കുന്ന, ശത്രുക്കളുടെ പുരങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമുക്ക് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ഇതാണ് നമ്മുടെ 36ാമത്തെ ശ്ലോകം. അപ്പോ ഇന്നത്തോടുകൂടി നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ 36 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 37ാമത്തെ ശ്ലോകം നാളെ പഠിക്കാം. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വായിക്കുക. ഭഗവാന്റെ 1000 നാമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ഒരു ജന്മ പുണ്യമാണ്. പറഞ്ഞു തരാനും കേൾക്കാനും ഭഗവാൻ നമുക്ക് ഒരുപോലെ അനുഗ്രഹം നൽകി. എല്ലാവരിലേക്കും ക്ലാസ്സുകൾ എത്തണം. എല്ലാവരും ക്ലാസ്സുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രചരണമാണ്. ഈ ജീവാത്മാക്കളായിരിക്കുന്ന നമ്മളുടെ എല്ലാവരിലേക്കും ഭഗവാന്റെ കാര്യങ്ങൾ എത്തുക എന്ന് പറയുന്നത് ഭഗവാൻ ഏറെ സന്തോഷകരമായ കാര്യമാണ്. അത് നിങ്ങളിലൂടെ എത്തട്ടെ. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ. ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, നമസ്തേ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്.